ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഡോക്ടർ ബിജി ബാബു എന്നാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ വന്ന ചാപ്റ്ററിൻ്റെ പേര് ഡിസീസസ് ഡ്യൂ ടു ഇൻഫെക്ഷൻസ് എന്നാണ്. ഇത് വളരെ വാസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് ഇതിനെ 2 പാർട്ടിലായിരിക്കും ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഡേവിഡ്സൺസ് പ്രിൻസിപ്പൽ ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്നാണ്. നമുക്ക് അടുത്ത കണ്ടൻറ്റ്സിലേക്ക് വരാം. ഇതിനകത്ത് ബേസിക് ഇൻട്രൊഡക്ഷനും ഡിസീസസ് ഡ്യൂ ടു RNA വൈറസസും ഞാൻ പാർട്ട് 1ലാണ് കവർ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഡിസീസസ് ഞാൻ പാർട്ട് 2ലായിരിക്കും കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. ഇൻഫെക്ഷൻ ഡിഫേഴ്സ് ഫ്രം അതർ ഡിസീസസ്. ഇൻഫെക്ഷൻ എപ്പോഴും മറ്റ് രോഗങ്ങളിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ എപ്പോഴും ഒരു ലിവിങ് ഓർഗാനിസം ആയിരിക്കും കോസ് ചെയ്യുന്നത്. ആ ലിവിങ് ഓർഗാനിസം എപ്പോഴും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. രണ്ടാമത്തേത്, ഇൻഫെക്ഷൻ എപ്പോഴും ആൻറ്റിബയോട്ടിക്സിനോട് സെൻസിറ്റീവ് ആയിരിക്കും. എപ്പോഴും അതിനൊരു ക്യൂർ കാണും. പക്ഷേ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എപ്പോഴും ഡീജനറേറ്റീവും അത് കുറേ കാലം വരെ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ക്രോണിക് കണ്ടീഷൻ ആയിരിക്കും. മൂന്നാമത്, ഇൻഫെക്ഷ്യസ് ഡിസീസ് എപ്പോഴും കമ്മ്യൂണിക്കബിൾ ആയിരിക്കും. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എപ്പോഴും സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ഡിസീസിനെ എപ്പോഴും നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. നമ്മൾ സേഫ് ഹൈജീൻ മെഷേഴ്സൊക്കെ യൂസ് ചെയ്താൽ, വാക്സിനേഷൻ ചെയ്താൽ, മെഡിക്കേഷൻസ് എടുത്താൽ നമുക്ക് ഒരു പരമാവധി വരെ ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഇൻഫെക്ഷൻ്റെ ക്ലിനിക്കൽ ഇഫക്ട്സ് എന്താണ് ബോഡിയിൽ? ഫസ്റ്റ്, അക്യൂട്ട്, ക്രോണിക് ആൻഡ് അലർജി. ഇനി നമുക്ക് പാത്തോളജി ഓഫ് ഇൻഫെക്ഷനിലേക്ക് കടക്കാം. ഇൻഫെക്ഷൻ എപ്പോഴും പാത്തോളജി 2 വേന്നായിരിക്കും, 2 രീതിയിലായിരിക്കും. ഒന്ന് മൈക്രോബ് മീഡിയേറ്റഡ്. മൈക്രോബ് എങ്ങനെയാണ് ആ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. രണ്ടാമത്, ഹോസ്റ്റ് എങ്ങനെയാണ് ആ ഇൻഫെക്ഷനിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ്, മൈക്രോബ് മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സെൽ ഡിസ്ട്രക്ഷൻ. ഒരു ഇൻഫെക്ഷൻ വരുമ്പം ആ മൈക്രോബ് ഡയറക്റ്റ് നമ്മുടെ ബോഡിയിൽ ഒരു സെല്ലിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു രീതി നമുക്ക് പോളിയോമൈലൈറ്റിസ്, റേബീസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസിൽ കാണാം. രണ്ടാമത്തെ ഇതിനകത്താണ് എക്സോടോക്സിൻ. അപ്പം ഇതിന് മുൻപായിട്ട് എക്സോടോക്സിനും എൻഡോടോക്സിനും എന്തുവാണെന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ബ്രീഫ് ഞാൻ പറഞ്ഞു തരാം. അപ്പം എക്സോടോക്സിൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ലബൈല. ഹീറ്റിൽ സഹിക്കാൻ പറ്റാത്ത ഒരു ടോക്സിനാണ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീനാണ്. ഇതെപ്പോഴും ബാക്ടീരിയ സെക്രീറ്റ് ചെയ്യുന്നത് സറൗണ്ടിങ്ങിലേക്കാണ്. ഇത് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ടീരിയയ്ക്ക് സ്വയം സെൽ ലൈസിസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ അത് ആ പ്രോട്ടീനിനെ സറൗണ്ടിങ്ങിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ടാർഗറ്റ് സെല്ലിനെ ആക്ട് ചെയ്യിപ്പിക്കുന്നു. മൂന്നാമതാണ്, ഇത് നമുക്ക് കാണാം ടെറ്റനസ്, കോളറ, ബോട്ടുലിസം ആൻഡ് ഡിഫ്തേറിയയിൽ. ഈ 3 രോഗങ്ങളിൽ എക്സോടോക്സിൻ ഫോം ഓഫ് സെൽ മൈക്രോബ് മീഡിയേറ്റഡ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് പ്രോഗ്രഷൻ നമുക്ക് കാണാം. മൂന്നാമതെന്ന് പറഞ്ഞാൽ എൻഡോടോക്സിൻ. എൻഡോടോക്സിൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് സ്റ്റേബിൾ പ്രോട്ടീൻസ് ആണ്. ഇതെപ്പോഴും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാളിൽ നമുക്ക് കാണും. സെൽ വാളിൽ എപ്പോഴും കാണും. അപ്പോൾ ഈ പ്രോട്ടീനെ ഒരു ബാക്ടീരിയയ്ക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു അണ്ടർഗോ സെൽ ലൈസിസ് ഓർ സെൽ ഡിസ്ട്രക്ഷൻ. ഇങ്ങനത്തെ ഫോം ഓഫ് മൈക്രോബ് മീഡിയേറ്റഡ് പെത്തോളജി ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം ടൈഫോയിഡിലും മെനിങ്കോകോക്കൽ ഇൻഫെക്ഷൻസിലും ഇത് കാണുന്നതാണ്. അപ്പോൾ മൈക്രോബ് മീഡിയേറ്റഡ് എല്ലാവർക്കും മനസ്സിലായല്ലോ, 3 വേയിലാണ്. ജസ്റ്റ് ഇത് ഒരു മൈൻഡിൽ ഒന്ന് ഇരുന്നാൽ മതി. പിന്നീടാണ് ഹോസ്റ്റ് മീഡിയേറ്റഡ്. ഹോസ്റ്റ് മീഡിയേറ്റഡ് എന്ന് പറയുമ്പം ന്യൂട്രോഫിൽ, മാക്രോഫേജസ്, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ന്യൂട്രോഫിലും നെക്സ്റ്റ് നമ്മുടെ മാക്രോഫേജസും ആക്ടിവേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കോംപ്ലിമെൻറ്റ് ആക്ടിവേഷൻ നടക്കും. തുടർന്ന് ആക്ടിവേഷൻ ഓഫ് ക്ലോട്ടിംഗ് കാസ്കേഡും സെക്കൻഡറി ഓട്ടോ ഇമ്മ്യൂൺ മെക്കാനിസംസും ബോഡിയിൽ ഇനിഷ്യേറ്റ് ആവും. അടുത്തതായിട്ട് നമുക്ക് 2 ടെർമിനോളജീസാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ മീനിങ് എന്തുവാണ്. അതുകൊണ്ട് നമുക്ക് ഡിസീസ് പ്രോഗ്രസ്സും ഡിസീസിൻ്റെ പെത്തോളജിയെ കുറച്ച് മനസ്സിലാക്കാൻ ഹെൽപ്പാവും. ഫസ്റ്റാണ് ഇൻക്യുബേഷൻ പീരിയഡ്. എന്താണ് ഇൻക്യുബേഷൻ പീരിയഡ്? ഇറ്റ് ഈസ് ദ പീരിയഡ് ബിറ്റ്വീൻ ഇൻവേഷൻ ഓഫ് ടിഷ്യൂസ് ബൈ പാത്തോജൻസ് ആൻഡ് ദ അപ്പിയറൻസ് ഓഫ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ ആ സമയമാണ് നമ്മളെ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ പെത്തോജൻ ഇൻഫെക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ബോഡിയിൽ സീരീസ് ഓഫ് സൈക്കിൾസ് നടക്കുന്നു, ആൻഡ് ഫൈനലി ആ ഇൻഫെക്ഷൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ നമ്മുടെ ബോഡിയിൽ പ്രസൻറ്റ് ആവുന്നു. അത്രയും സമയത്തെയാണ് ഇൻക്യുബേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് പീരിയഡ് ഓഫ് ഇൻഫെക്റ്റിവിറ്റി. അതെന്ന് പറഞ്ഞാൽ ദ ടൈം ദാറ്റ് ദ പേഷ്യൻറ്റ് ഈസ് ഇൻഫെക്ഷ്യസ് ടു അതേഴ്സ്. അപ്പോൾ നമുക്ക് ഈ 2 ടെർമിനോളജീസ് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. അതാണ് മേജർ മാനിഫെസ്റ്റേഷൻ ഓഫ് ഇൻഫെക്ഷൻ. നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ്റെ എന്താണ് മാനിഫെസ്റ്റേഷൻ? അപ്പം
വൺ ഈസ് ബാക്ടീരിയമ, സെക്കൻഡ് ഈസ് സെപ്റ്റിസീമിയ. ബാക്ടീരിയമ എന്ന് പറയുമ്പം കുറേ ഓർഗാനിസംസ് ലൈക്ക് സ്ട്രെപ്റ്റോകോക്കസ് വിരിഡിയൻസ് എപ്പോഴും നമ്മുടെ ബ്ലഡിൽ എൻട്രി ചെയ്യും ത്രൂ എനി ഫോം ഓഫ് ഡെൻറ്റൽ പ്രൊസീജിയർ. അപ്പം ഇതിനെ നമ്മുടെ ബോഡി എപ്പോഴും ക്ലിയർ ചെയ്യും. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ഒരു ബാക്ടീരിയയെ ക്ലിയർ ചെയ്യും. പക്ഷേ അഥവാ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഒരു അബ്നോർമൽ ഹാർട്ട് വാൾവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയയ്ക്ക് ആ വാൽവിൽ ചെന്ന് അക്യുമുലേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ അന്നേരം അത് വിഷ്യസ്ലി സ്പ്രെഡ് ആവും. ഓക്കെ, അതിനെയാണ് ബാക്ടീരിയമ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഇതിലേക്ക് നമുക്ക് പോകാം. അതാണ് സെപ്റ്റിസീമിയ. അതിനകത്ത് സർട്ടൻ ഓർഗാനിസം ലൈക്ക് സ്റ്റെഫിലോകോക്കസ് ഓറിയസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ബാക്ടീരിയ എപ്പോഴും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഡീൽ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥിതിയിൽ നമുക്ക് നോക്കാം അങ്ങനത്തെ ഒരു ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിൽ ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഇൻഫെക്ഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി നമ്മുടെ ചാപ്റ്ററിൻ്റെ കോറിലേക്ക് കടക്കാം, ഡിസീസസ് ഡ്യൂ ടു വൈറസസ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ബേസിക് ഒരു ടെർമിനോളജി മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് വിരിയോൺ. വിരിയോൺ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് വൈറസ് പാർട്ടിക്കിൾ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് RNA or DNA core with a protein coat which is sometimes with external envelope, and that is this extracellular infective form of a virus. അപ്പോൾ നമ്മുടെ റൈറ്റിലായിട്ട് നമുക്കൊരു ഇമേജ് കാണാം എല്ലാവർക്കും. ഓക്കെ, സോ വെളിയിൽ പോയിൻറ്റഡ് ഫോം അത് നമ്മുടെ പ്രോട്ടീൻ ആയിരിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും എൻവലപ്പ് ആയിരിക്കും. നമുക്ക് പുറത്തുനിന്ന് അകത്തോട്ട് പോകാം. ഓക്കെ, എൻവലപ്പ് കഴിഞ്ഞ് പിന്നീട് അകത്തൊരു പ്രോട്ടീനേഷ്യസ് മെറ്റീരിയൽ ലൈറ്റ് ബ്ലൂവിൽ കാണാം. അതിന് ടെഗ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പിന്നീട് നമുക്കൊരു ഹെക്സഗോണിൽ ഒരു സ്ട്രക്ചർ കാണാം വിച്ച് ഈസ് നോൺ ആസ് ക്യാപ്സിഡ്. അതിൻ്റെ അകത്ത് നമ്മുടെ DNA കോറും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈംസും ഒക്കെ കാണും. അപ്പം ഈ ജസ്റ്റ് താഴെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്കൊക്കെ കാണാം. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വൈറസിന് എപ്പോഴും 2 പാർട്സാണ് ഉള്ളത്. ഒന്ന് കവറിങ്, രണ്ടാമത്തത് ഇന്നർ കോർ. കവറിങ്ങിൽ എപ്പോഴും ക്യാപ്സിഡ് ഉണ്ടായിരിക്കും. ക്യാപ്സിഡിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മേളത്തെ ഡയഗ്രാമിൽ ആ ഹെക്സഗോൺ മോഡലിൽ ആ ആരോ കാണിച്ചിട്ടുള്ളതാണ് ക്യാപ്സിഡ്. പിന്നീടുള്ളത് കവറിങ് എന്ന് പറയുമ്പോൾ എൻവലപ്പ്, ഔട്ടർ കോറിലുള്ള വൈറസിൻ്റെ ടോപ്പ് ഔട്ടറിലേക്കുള്ള ഒരു കവറിങ്ങിനെയാണ് എൻവലപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാ വൈറസിലും കാണണമെന്നില്ല. ഓക്കെ, രണ്ടാമത്തെ പാർട്ടാണ് ഇതിൻ്റെ ഇന്നർ കോർ. ഇന്നർ കോറിൽ എപ്പോഴും വൈറസിന് DNA അല്ലെങ്കിൽ RNA കാണും. ഓക്കെ, അതിനോടനുബന്ധിച്ച് വൈറസിൻ്റെ അകത്ത് ഒരുപാട് പ്രോട്ടീൻ എൻസൈംസ് കാണും, എസ്പെഷ്യലി റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ഇമേജിനെ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് റിഫർ ചെയ്ത് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നീങ്ങാം. സിമെട്രി ഓഫ് വൈറൽ ക്യാപ്സിഡ്, ഐക്കോസാഹെഡ്രലും ഹെലിക്കലും. അപ്പോൾ ഐക്കോസാഹെഡ്രൽ എന്ന് പറയുമ്പം 20 സൈഡുള്ളൊരു സ്ട്രക്ചറാണ്. ഇതിനകത്ത് എല്ലാ സൈഡിലും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ക്ലബ്ബായിട്ടിരിക്കുന്നതാണ്. ഇപ്പം വൈറസിന് എപ്പോഴും ഓരോ യൂണിറ്റ് ഇതിനകത്ത് ഈച്ച് ഫേസിനകത്ത് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്താം. ഓക്കെ, സെക്കൻഡ് സിമെട്രി എന്ന് പറയുമ്പോൾ ഹെലിക്കലായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ വൈറൽ റെപ്ലിക്കേഷനിലേക്ക് നീങ്ങുവാണ്. വൈറൽ ലൈഫ് സൈക്കിൾ എപ്പോഴും 6 സ്റ്റേജസിലാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഹോസ്റ്റ് സെല്ല്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അറ്റാച്ച്മെൻറ്റ് ഓർ അഡ്സോർപ്ഷൻ, സെക്കൻഡ് പെനട്രേഷൻ, മൂന്നാമത് അൺകോട്ടിംഗ്, നാലാമത് റെപ്ലിക്കേഷൻ ആൻഡ് ജീൻ എക്സ്പ്രഷൻ, അഞ്ചാമത് അസംബ്ലിയും ആറാമത് റിലീസുമാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജസിൽ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പോകാം. അപ്പോൾ എല്ലാവർക്കും റൈറ്റ് സൈഡിലൊരു ഇമേജ് കാണാം. ആ റൈറ്റ് സൈഡിലെ ഇമേജിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷനിൽ അറ്റാച്ച്മെൻ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പം എപ്പോഴും വൈറസ് എന്ത് ചെയ്യും, നമ്മുടെ സെല്ലിൻ്റെ മെംബ്രെയിൻ്റെ അടുത്ത് വന്ന് സ്പെസിഫിക് റിസെപ്റ്റേഴ്സോ ഗ്ലൈക്കോപ്രോട്ടീൻസോ ഫോസ്ഫോലിപ്പിഡിനോട് അറ്റാച്ച് ആവും. അതിനെയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, അറ്റാച്ച്മെൻറ്റ്. പിന്നീട് റിസെപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസിൻ്റെ വക അത് അകത്ത് പെനട്രേറ്റ് ആവും. ഓക്കെ, പെനട്രേറ്റ് ആയിട്ട് ലിപ്പിഡ് ബൈ ലെയറിൽ അറ്റാച്ച് ആവും. അപ്പം അസിഡിഫിക്കേഷൻ കാരണം നമ്മൾ അസിഡിഫിക്കേഷൻ നമ്മുടെ സെല്ലിൻ്റെ അകത്ത് ഹോസ്റ്റ് സെല്ലിൻ്റെ അകത്താകുന്നത് കൊണ്ട് വൈറസിൻ്റെ ഔട്ടർ കോട്ടിനകത്ത് റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് ഹൈഡ്രോഫോബിക് സൈറ്റ്സ് ഡിസ്പ്ലേ ആവും. ഓക്കെ, അപ്പം ഡിസ്പ്ലേ ആവുമ്പോഴത്തേക്ക് നമ്മുടെ വൈറൽ കോർ സൈറ്റോസോളിലേക്ക് എത്തും. ഓക്കെ, വൈറൽ കോർ സൈറ്റോസോളിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മുടെ അൺകോട്ടിങ്. ഫൈനലി നമ്മുടെ ഈ വൈറസിൻ്റെ കോട്ടൊക്കെ മാറിയിട്ട് ഡീജനറേറ്റ് ആയിട്ട് അതിൻ്റെ അകത്തെ കോർ മെറ്റീരിയൽ മാത്രം വിസിബിൾ ആവും. അപ്പം ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ വൈറൽ ന്യൂക്ലിക് ആസിഡ്
റെപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പം ഇവിടെ നമ്മുടെ വൈറസിൻ്റെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഇല്ലേ, അപ്പോൾ ഓൾറെഡി അത് RNA, ഇപ്പം വൈറസിൻ്റെ RNA ആണെങ്കിൽ അതിനെ അത് DNA കൺവേർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? DNA കൺവേർട്ട് ചെയ്തിട്ട് വൈറസ് സ്വയം സെല്ലുലാർ പ്രോട്ടീൻ സിന്തസിസ് ബോഡിയുടെ എല്ലാം ഷട്ട് ഓഫ് ചെയ്യും. ഷട്ട് ഓഫ് ചെയ്തിട്ട് സെല്ലുലാർ റൈബോസോമിനെ ഡിസഗ്രിഗേറ്റ് ചെയ്തിട്ട് ബോഡിയുടെ റെപ്ലിക്കേഷനെ മാറ്റിയിട്ട്, ബോഡിയുടെ സെൽസിൻ്റെ DNA റെപ്ലിക്കേഷൻ മാറ്റിയിട്ട് വൈറൽ റെപ്ലിക്കേഷൻ ഓഫ് DNA നടത്തും. ഓക്കെ, വൈറസിൻ്റെ DNA ഹോസ്റ്റിൻ്റെ DNA ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന എൻസൈമിനെയാണ് ഇൻറ്റഗ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനലി ജീൻ എക്സ്പ്രഷൻ ആവും. വൈറൽ DNA നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് വൈറൽ DNAയുടെ സിന്തസിസ് നടക്കും. വൈറൽ DNAയുടെ സിന്തസിസ് നടന്നതിന് ശേഷം നമുക്ക് കാണാവുന്നത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പം ഇത് ട്രാൻസ്ലേഷൻ നടക്കും. ഓക്കെ, നമ്മുടെ mRNA പ്രൊഡ്യൂസായിട്ട് അതിൽ നിന്നും നമ്മുടെ സ്ട്രക്ചറൽ പ്രോട്ടീൻസും റെഗുലേറ്ററി പ്രോട്ടീൻസൊക്കെ സിന്തസിസ് ആവും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജസ് എന്ന് പറയുമ്പോൾ അസംബ്ലിയും റിലീസും ആണ്. അപ്പോൾ എക്സ്റ്റെൻസീവ് റീഓർഗനൈസേഷൻ വരും. വൈറസസ്, അപ്പോൾ ചില വൈറസസ് എന്താണ്, എപ്പോഴും റിലീസാവുമ്പം ആ സെല്ലിനെയും ഡിസ്ട്രക്റ്റ് ചെയ്ത് കളയും. ഓക്കെ, പക്ഷേ ചില കേസസിൽ നമുക്ക് നോക്കാം, ചില വൈറസസ് ആ സെല്ലിൻ്റെ അകത്ത് തന്നെ ജീവിക്കും, റിലീസ് ആവത്തില്ല. സെല്ല് ഒരു മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ സെൽ തന്നെത്താൻ ലൈസിസ് ചെയ്യും. ലൈസിസ് അല്ലെങ്കിൽ സെൽ തന്നെത്താൻ ലൈസിസ് ആവുമ്പോൾ ഈ വൈറൽ കോമ്പണൻറ്റ് അല്ലെങ്കിൽ ഈ വൈറസ്, ന്യൂലി ഫോംഡ് വൈറസ് ബോഡിയിലേക്ക് റിലീസാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നീങ്ങാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറസസ്. അപ്പം ദർ ആർ RNA വൈറസസ്, ദർ ആർ DNA വൈറസസ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ RNA വൈറസിലേക്ക് കടക്കാം. എപ്പോഴും RNA വൈറസിൽ ഏതർ അത് സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൽ അല്ലെങ്കിൽ ചാർട്ടിൽ എല്ലാവർക്കും ശ്രദ്ധിക്കാം, സിംഗിൾ സ്ട്രാൻഡഡിൽ 2 ലൂപ്സ് ഉണ്ട്, 2 അത് ഫോമിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സ്ട്രാൻഡഡ്, സെക്കൻഡ് നെഗറ്റീവ് സ്ട്രാൻഡഡ്. അപ്പോൾ ഇതിന് മുൻപായിട്ട് പോസിറ്റീവ് സ്ട്രാൻഡ് എന്താണെന്നും നെഗറ്റീവ് സ്ട്രാൻഡ് എന്താണെന്നും ഞാൻ ബ്രീഫ് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പം പോസിറ്റീവ് സെൻസ് RNA അല്ലെങ്കിൽ പോസിറ്റീവ് സ്ട്രാൻഡ് RNA എന്ന് പറയുമ്പം mRNA ആയിട്ട് സിമിലറാണ്. അതുകൊണ്ട് ഡയറക്റ്റ്ലി ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ടു ഹോസ്റ്റ് സെൽ. പക്ഷേ നെഗറ്റീവ് സ്ട്രാൻഡഡ് എന്ന് പറയുമ്പം ഈ mRNAക്ക് കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ആദ്യമേ ആ നെഗറ്റീവ് സ്ട്രാൻഡിനെ പോസിറ്റീവ് സ്ട്രാൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേ മുന്നോട്ട് റെപ്ലിക്കേഷൻ നടക്കും. അത് ചെയ്യുന്നതാണ് RNA പോളിമറേസ് എൻസൈം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പോസിറ്റീവും നെഗറ്റീവും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം പോസിറ്റീവിലേക്ക് നോക്കുമ്പോൾ നേക്കഡ് എൻവലപ്ഡ്. അപ്പം മുമ്പ് ഞാൻ വൈറസിൻ്റെ ഫോട്ടോയിൽ ഫസ്റ്റ് ഡിസീസസ് ഓഫ് വൈറസസ് സ്ലൈഡിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് ചില വൈറസസിൽ ഔട്ടർ കോട്ടിങ് കാണും, ചില വൈറസിന് കാണത്തില്ല. അപ്പം ചില വൈറസിന് ഇല്ലാത്ത വൈറസിനെയാണ് നമ്മളിവിടെ നേക്കഡ് എന്ന് ഡിനോമിനേറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് വരുന്ന വൈറസസ് ആണ് പിക്കോർണ, എൻകാലിസി വൈറസ്. എൻവലപ്ഡിനകത്ത് വരുന്നതാണ് ടോഗ, ഫ്ലാവി, കൊറോണ, എൻറിട്രോ. ഓക്കെ, അപ്പോൾ ഈ RNAയിൽ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ട് നെഗറ്റീവ് സ്ട്രാൻഡഡ് എൻവലപ്ഡ് വൈറസസും ഉണ്ട്. ഓക്കെ, അതിലെന്തൊക്കെയാണ്? ബുന്യ, ഓർത്തോമിക്സോ, പാരോമിക്സോ, റാബ്ഡോ, അരീന ആൻഡ് ഫിലോ. ഓക്കെ, അപ്പോൾ ഡബിൾ സ്ട്രാൻഡഡ് RNA വൈറസസിൽ എപ്പോഴും നമുക്ക് നോക്കാം അതിന് എൻവലപ്പ് കാണത്തില്ല, നേക്കഡ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് റിയോ വൈറസ്. അപ്പം ഈ ഒരു ഫ്ലോ ചാർട്ട് എപ്പോഴും മനസ്സിൽ വെക്കാം നമുക്ക്. അപ്പം ഏതൊക്കെ ക്ലാസിഫിക്കേഷനിലാണ് ഏതൊക്കെ വൈറസിൻ്റെ സബ് ഹെഡിങ്സ് വരുന്നതെന്ന് നമുക്ക് ചില എക്സാംസിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു സ്റ്റാർ സിമ്പിൾ നമുക്ക് എവിടെയൊക്കെ കാണാമോ അതിൻ്റെയൊക്കെ സിമെട്രി ഓഫ് വൈറസ് എപ്പോഴും ഐക്കോസാഹെഡ്രലായിരിക്കും, ബാക്കി ഉള്ള എല്ലാം ഹെലിക്കലും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റും ജസ്റ്റ് എല്ലാവരും ഒന്ന് മൈൻഡിൽ വെച്ചേക്കുന്നത് നല്ലതാണ്. ചിലപ്പോഴൊക്കെ എക്സാമിൽ ചോദിക്കാറുണ്ട് വിച്ച് ടൈപ്പ് ഓഫ് വൈറസ്, വെദർ ഇറ്റ്സ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് ഓർ ഡബിൾ സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പം ആ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഫ്ലോ ചാർട്ട് എപ്പോഴും മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് DNA വൈറസിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. എൻവലപ്ഡും നേക്കഡും. അപ്പോൾ എൻവലപ്ഡിൽ ബേസിക്കലി ഡബിൾ സ്ട്രാൻഡഡ് ആയിരിക്കും. അപ്പം ഡബിൾ സ്ട്രാൻഡഡിൽ ഐക്കോസാഹെഡ്രൽ സിമെട്രി ഉള്ളത് ഹെർപ്പീസും ഹെപ്പാഡിനയും
കോംപ്ലക്സ് ഫോമിൽ വരുന്നത് നമ്മുടെ പോക്സും. ഓക്കെ, നെക്സ്റ്റ് DNA വൈറസിലെ നേക്കഡ് എന്ന് പറയുമ്പം ഡബിൾ സ്ട്രാൻഡഡിലെ നേക്കഡ് മീൻസ് ഔട്ടർ എൻവലപ്പ് ഇല്ലാത്ത ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പം പെപ്പവ വൈറസും അഡിനോ വൈറസും. സിംഗിൾ സ്ട്രാൻഡഡ് എന്ന് പറയുമ്പം ഐക്കോസഹെഡ്രൽ സിമെട്രിയിലുള്ള പാർവോ വൈറസും. അപ്പോൾ ഈ രണ്ട് ടേബിൾസിനെയും ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് RNA വൈറസസിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ആർബോ വൈറസസ്. ദ കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ബൈ ആർത്രോപോഡ്സ്, എക്സാമ്പിൾ മോസ്കിറ്റോസും ടിക്സിൽ നിന്നാണ്. ഇതിനെ പിന്നീട് വേറെ റീഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ടോഗാവിരിഡെ, ഫ്ലാവിവിരിഡെ, ബുന്യാവിരിഡെ, റിയോവിരിഡെ ആൻഡ് റാബ്ഡോവിരിഡെ. ഇതിൽ നിന്ന് മെജോറിറ്റി എൻസെഫലൈറ്റിസും ഹെമറേജിക് ഫീവറും ആർത്രൈറ്റിസും ആണ് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ബുന്യ വൈറസസിലേക്ക് കടക്കാം. അപ്പം ഇതിനകത്ത് 4 ഗ്രൂപ്പ് ഓഫ് വൈറസസ് ആണ് ഉൾക്കൊള്ളുന്നത്. ആദ്യത്തേതെന്ന് പറയുമ്പോൾ ബുന്യ വൈറസ്. ഇത് ഗ്രൂപ്പ് ഓഫ് ബുന്യാം വരെ കൈൻഡ് ഓഫ് വൈറസസ് ആണ്. 138 ടൈപ്പ് ഓഫ് വൈറസസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഫ്ലെബോ വൈറസ്. ഇതിൻ്റെ 37 വൈറസസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബേസിക്കലി റിഫ്റ്റ് വാലി ഫീവർ വൈറസസ് എന്നാണ് ഇതിനെ പറയുന്നത്. എപ്പോഴും ഇത് ഹ്യൂമൻസിൽ ട്രാൻസ്മിറ്റ് ആവുന്നത് എഡീസ് മോസ്കിറ്റോയിൽ നിന്നാണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ നൈറോ വൈറസസ് എന്നാണ്. ക്രീമിയൻ കോങ്കോ ഹെമറേജിക് ഫീവർ വൈറസ് എന്നും പറയും. ഓക്കെ, ഡിസീസ് കോസ് ചെയ്യും. ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻസ് ബൈ ടിക്സ്. നാലാമത്തെ ഇതിൻ്റെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഹണ്ട വൈറസ് എന്നാണ്. ഹെമറേജിക് ഫീവർ വിത്ത് റീനൽ സിൻഡ്രോംസ്. ബേസിക്കലി ഇത് പാരസൈറ്റ്സ് ഓഫ് റോഡൻസ് ആണ്. റോഡൻസിലാണ് കൂടുതലും ഈ വൈറസ് കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫൈലോ വൈറസസിലേക്ക് കടക്കാം. മാർബർഗ്, ഇബോള വൈറൽ ഡിസീസസ് ആണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി മെയിനായിട്ട് ഇബോളയാണ്. ഇബോളയുടെ ഇൻക്യുബേഷൻ പീരിയഡ് 5 to 9 days. ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫീവർ, സിവിയർ മയൽജിയ, ഡയറിയ, ഫെറിഞ്ചൈറ്റിസ്, ജനറൽ എറിതമാറ്റസ് റാഷ്, ലിംഫാഡിനോപാത്തി, സിവിയർ കേസസിൽ ഹെമറേജ്, എൻസെഫലൈറ്റിസ്, റീനൽ ഫെയിലിയർ ആൻഡ് ന്യൂമോണിയ. മാനേജ്മെൻറ്റ് എപ്പോഴും സപ്പോർട്ടീവ് മെഷേഴ്സ് മാത്രമാണ്. അടുത്തതായിട്ട് നമുക്ക് ഫ്ലാവി വൈറസസിലേക്ക് കടക്കാം. ഇതിൻ്റെ ഈ കാറ്റഗറിയുടെ അകത്ത് വരുന്ന മെയിൻ ഡിസീസസ് എന്ന് പറഞ്ഞാൽ യെല്ലോ ഫീവർ ആൻഡ് കോമൺ ഡെങ്കി ഹെമറേജിക് സിൻഡ്രോം ഓർ ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ഓക്കെ, സോ അതിൽ ഫസ്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ യെല്ലോ ഫീവർ ആണ്. യെല്ലോ ഫീവർ എപ്പോഴും ഹ്യൂമൻസിൽ ട്രാൻസ്മിറ്റ് ആവുന്നത് ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ, ദാറ്റ് ഈസ് എഡിസ് ഈജിപ്റ്റി അല്ലെങ്കിൽ മങ്കീസ് നിന്നാണ്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരിയഡ് 3 to 6 days ആണ്. അപ്പോൾ പെത്തോളജി എന്ന് പറയുമ്പം ബേസിക്കലി ഇതിൻ്റെ വൈറസ്, ഈ ഫ്ലാവി വൈറസ് നമ്മുടെ ലിവറിൻ്റെ അകത്തുള്ള ഹെപ്പറ്റോസൈറ്റ്സിനെ അറ്റാക്ക് ചെയ്തിട്ട് മിഡ് സോണൽ നെക്രോസിസ് കോസ് ചെയ്ത് ആ ഹെപ്പാറ്റോസൈറ്റ്സിൽ ഹൈലിൻ ഡിപ്പോസിഷൻ ചെയ്തിട്ട് അത് ഒരു അപ്പോപ്റ്റോട്ടിക് ബോഡിയിലേക്ക് ഫോം ആവുമ്പം അതിനെ നമ്മൾ കൗൺസിൽമാൻ ബോഡീസ് എന്നാണ് പറയുന്നത്. ചില ഇൻട്രാന്യൂക്ലിയർ ഈസ്നോഫിലിക് ബോഡീസും കാണാൻ സാധിക്കും. അതിനെ ടൊറേസ് ബോഡീസ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് ടെർമിനോളജീസും ഓർത്തിരിക്കണം, ചില എക്സാംസിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ആബ്സെൻസ് ഓഫ് ഇൻഫ്ലമേറ്ററി ഇൻഫിൽട്രേറ്റ് ആയിരിക്കും. അതല്ലാതെ തുടർന്ന് ട്യൂബുലർ ഡീജനറേഷൻ ഓഫ് കിഡ്നീസ് വിത്ത് പെറ്റിക്കൽ ഹെമറേജസും കാണാൻ സാധിക്കും. അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് യെല്ലോ ഫീവറിൽ? റൈഗേഴ്സ്, ഫീവർ, ബാക്ക് ഏക്ക്, ബോൺ പെയിൻ, നോസിയ, വോമിറ്റിംഗ്, ബ്രാഡികാർഡിയ ആൻഡ് ല്യൂക്കോപീനിയ. സിവിയർ കേസസിൽ നമ്മൾ നോക്കുമ്പോൾ ജോണ്ടിസ്, ഫീവർ, പെറ്റിക്കൽ ഹെമറേജസ്, ഹെമറ്റമെസിസ് ഒക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും മോസ്കിറ്റോ നെറ്റും സപ്പോർട്ടീവ് മെഷേഴ്സുമാണ്. പിന്നീട് സിംഗിൾ ഡോസ് ഓഫ് വാക്സിനേഷൻ ഗിവ്സ് പ്രൊട്ടക്ഷൻ ഫോർ 10 years. അപ്പം അങ്ങനത്തെ യെല്ലോ ഫീവർ ഉള്ള ഏരിയാസിൽ ആരെങ്കിലും മൈഗ്രേറ്റ് ചെയ്യുന്നെങ്കിൽ പ്രയർ ടു ദെയർ വിസിറ്റ് ടു ദാറ്റ് പ്ലേസ് എപ്പോഴും അവർക്ക് അവരുടെ കൺട്രിയിൽ നിന്നും ഈ ഫീവറിന് അഗെയിൻസ്റ്റുള്ള വാക്സിൻ എടുത്തിട്ട് പോകണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഈ വാക്സിൻ എപ്പോഴും 10 yearsൻ്റെ ഒരു പീരീഡിലേക്ക് ആക്ടിവേറ്റ് ആയിട്ട് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡെങ്കിയിലേക്ക്, യെല്ലോ ഫീവർ കഴിഞ്ഞു, നെക്സ്റ്റ് നമ്മൾ ഡെങ്കിയിലേക്ക് വരുവാണ്. അപ്പം ഡെങ്കിയിൽ കോമൺലി സീൻ ഇൻ ദ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ കൺട്രീസ്. ഇതിൻ്റെ പ്രിൻസിപ്പൽ വെക്ടർ എന്ന് പറയുമ്പം മോസ്കിറ്റോ ആണ്, എഡിസ് ഈജിപ്റ്റി. ഇൻക്യുബേഷൻ പീരീഡ് എപ്പോഴും 2 to 7 days ആയിരിക്കും. അപ്പം എല്ലാവർക്കും ലെഫ്റ്റ് സൈഡിലൊരു ബോക്സ് കാണാം, അതിൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഡെങ്കി ഫീവർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം എപ്പോഴും ഒരു പ്രൊഡോമൽ സിംറ്റം ഡെങ്കി ഫീവറിൻ്റെ എന്ന് പറയുമ്പം 2 ദിവസം മെലേസും ഹെഡേക്കും കാണും. ഓക്കെ, അക്യൂട്ട്ലി ഓൺസെറ്റ് ആകുമ്പോൾ നമുക്ക് ഫീവർ, ബാക്ക് പെയിൻ, ആർത്രാൽജിയ, ഹെഡേക്ക്, ജനറലൈസ്ഡ് പെയിൻസ്, ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയും. എല്ലാവരും
ഈ ടെർമിനോളജി മനസ്സിൽ വെക്കണം, ബിക്കോസ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട് ബ്രേക്ക് ബോൺ ഫീവർ ഏത് ഡിസീസിലാണ് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതല്ലാതെ പെയിൻ ഓൺ ഐ മൂവ്മെൻറ്റ്, ലാക്രൈമേഷൻ, അനറെക്സിയ, നോസിയ, വൊമിറ്റിംഗ്, റിലേറ്റീവ് ബ്രാഡിക്കാർഡിയ ഒക്കെ നമുക്ക് ഈ ഡിസീസിൽ കാണുന്നതായിരിക്കും. ഫീവർ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ഇറ്റ് വിൽ ഇൻക്രീസ് ആൻഡ് ഇറ്റ് വിൽ ഡിക്രീസ്. ഇതിനെ സാഡിൽ ബാക്ക് എന്നും പറയും. ഇതെപ്പോഴും ഫീവർ 4th or 5th ഡേയിൽ ബ്രേക്ക് ചെയ്തിട്ട് പിന്നീട് ഫീവർ ഒന്നുകൂടെ അങ്ങ് റൈസപ്പ് ആയിട്ട് യൂഷ്വലി 7 to 8 days വരെയാണ് ഫീവർ ബോഡിയിൽ നിൽക്കുന്നത്. പിന്നീട് റാഷ് നമുക്ക് കാണാം. ഈ ഡെങ്കി ഫീവറിൽ എപ്പോഴും റാഷ് വരും. അപ്പോൾ ട്രാൻസിയൻ മാക്യുലർ റാഷ് ഫസ്റ്റ് 2 days കാണും. തുടർന്ന് അത് മാക്യുലോ പാപ്പുലർ ആയിട്ട് സ്കാർലറ്റ് ഫീവറിൽ കാണുന്നതോണം മോർബിലിഫോം ഫോം ഓഫ് റാഷ് നമുക്ക് 3rd, 4th ഡേയിൽ ട്രങ്കിൽ കാണാം. എപ്പോഴും ഇത് സെൻട്രിഫ്യൂഗലി സ്പ്രെഡ് ആവുന്നതായിരിക്കും ഫ്രം ദ ട്രങ്ക് ടുവേർഡ്സ് ദ പാം ആൻഡ് സോൾസ്. പിന്നീട് അത് ഡിസ്ക്വാമേറ്റ് ആവും റെസൊല്യൂഷൻ ആവുമ്പോൾ. കൺവാലസൻസ് എപ്പോഴും സ്ലോ ആയിരിക്കും ഈ ഡിസീസിന്. ഓക്കെ, അടുത്തതായിട്ട് ഡെങ്കു ഹെമറേജിക് ഫീവർ അല്ലെങ്കിൽ ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ഈ ഒരു കാറ്റഗറിയിൽ എപ്പോഴും നമുക്ക് ഫീവറും ഹൈപ്പോടെൻഷൻ, സർക്കുലേറ്ററി ഫെയിലിയർ കാണാം. മൈനർ ഫോമിൽ പെറ്റിക്കി, എക്കൈമോസിസ് ആൻഡ് എപ്പിസ്റ്റാക്സിസ് കാണാം. മേജർ ഫോമിൽ GIT ബ്ലീഡിംഗ് വരെ കാണുന്നതായിരിക്കും. അപ്പം ബേസിക്കലി ഇമ്മ്യൂൺ മെക്കാനിസംസ് ആണ് ഈ ഡിസീസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റായിട്ട് എപ്പോഴും പെയിൻ കില്ലർ ലൈക്ക് പാരസെറ്റമോൾ ബോൺ പെയിൻസിന് റിലീഫ് ചെയ്യും. ഓക്കെ, അത് അല്ലാതെ മോസ്കിറ്റോ നെറ്റ്സും ബ്രീഡിങ് എപ്പോഴും ഡിസ്കറേജ് ചെയ്യണം ഈ ഡിസീസിനെ കമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് അരീന വൈറസസ് നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് പോകാം. ഇത് സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസസ് ആണ്. ബേസിക്കലി റോഡൻസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത് ഹ്യൂമൻസിലേക്ക്. ഈ കാറ്റഗറിയുടെ അകത്ത് വരുന്നതാണ് ലാസ ഫീവർ. എപ്പോഴും ഈ ഫീവർ വെസ്റ്റ് ആഫ്രിക്കയിൽ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഡിസീസാണ്. ഇതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈ ഫീവർ, ഇൻട്രകോസ്റ്റൽ മയാൾജിയ, ബ്രാഡിക്കാർഡിയ, ലോ BP ആൻഡ് അധറൻറ്റ് എക്സുഡേറ്റ് ഓൺ ഫാരിങ്സ്. എപ്പോഴും ഈ ഫീവർ 7 to 17 days വരെ ലാസ്റ്റ് ചെയ്യും. സിവിയർ കേസസിൽ ലിവർ റീനൽ ഫെയിലിയർ വിത്ത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആൻഡ് അക്യൂട്ട് സർക്കുലേറ്ററി ഫെയിലിയറും ഡെവലപ്പ് ആയേക്കാം. അപ്പോൾ ട്രീറ്റ്മെൻ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് സ്ട്രിക്റ്റ് ഐസൊലേഷനും ജനറൽ സപ്പോർട്ടീവ് മെഷേഴ്സും, മെഡിക്കേഷനായിട്ട് ട്രിബാവൈറിൻ IV കൊടുക്കും ഫോർ 7 days. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഓർത്തോമിക്സോ വൈറസസിലേക്ക് കടക്കാം. അതിനകത്ത് ഫസ്റ്റ് ഡിസീസ് കവർ ചെയ്യാനുള്ളത് നമുക്ക് ഇൻഫ്ലുവൻസ എന്നാണ്. 3 ടൈപ്പിലെ ഇൻഫ്ലുവൻസ നമുക്ക് കാണുന്നതായിരിക്കും, A, B and C. അതിനകത്ത് 2 ലാർജ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ഈ വൈറസിൻ്റെ പുറകിലായിട്ട് നമുക്ക് കാണാം. അതിൽ ഫസ്റ്റ് ഹീമാഗ്ലൂറ്റിനിൻ H ആൻഡ് ന്യൂറാമിനിഡേസ് N. അപ്പോൾ ഹീമാഗ്ലൂറ്റിനിൻ ഒരു ലെക്റ്റിനാണ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീനാണ്. ഇത് that mediates the binding of target cells and entry of viral genome into target cells. അപ്പോൾ ഈ പ്രോട്ടീൻ allows the binding of target cell and entry of the viral genome into the target cells. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. സെക്കൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻ അല്ലെങ്കിൽ സെക്കൻഡ് ഫോം എന്ന് പറയുമ്പോൾ ന്യൂറാമിനിഡേസ്. ഇത് ബേസിക്കലി ഒരു എൻസൈമാണ്. ഇതൊരു പ്രോട്ടീനാണ്. ഓക്കെ, ഇൻവോൾവ് ഇൻ ദ റിലീസ് ഓഫ് പ്രോജനി ഓഫ് വൈറസ് ഫ്രം ദ ഇൻഫെക്റ്റഡ് സെൽ. അപ്പോൾ ഈ 2 ഗ്ലൈക്കോപ്രോട്ടീൻ ഈ ഇൻഫ്ലുവൻസയുടെ പാത്തോജനസിസിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പ്രോട്ടീനെ നമ്മൾ അഥവാ സ്റ്റോപ്പ് ചെയ്താൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് വർക്കാവും. അതുകൊണ്ട് Hഉം Nഉം എപ്പോഴും ആൻറ്റിബോഡീസും ആൻറ്റി റിട്രോ വൈറൽ അല്ലെങ്കിൽ ആൻറ്റി വൈറൽ ഡ്രഗ്സിൽ എപ്പോഴും ആക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ് Hഉം Nഉം. ഓക്കെ, ഇൻഫ്ലുവൻസ A ഹ്യൂമൻസിനെ മാത്രമല്ല മറ്റ് ആനിമൽസ്, ബേർഡ്സ്, പിഗ്സ്, ഹോർസസ് എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യും. ആൻഡ് എപ്പോഴും Bയും Cയെയും കാട്ടി കൂടുതൽ ആൻറ്റിജനിക് വേരിയേഷൻ നമ്മുടെ ഇൻഫ്ലുവൻസ Aക്ക് കാണുന്നതായിരിക്കും. അപ്പം Aയുടെ 2 കോമൺ ഫീച്ചർ എന്ന് പറയുമ്പം ആൻറ്റിജനിക് ഡ്രിഫ്റ്റും ആൻറ്റിജനിക് ഷിഫ്റ്റും. അപ്പം ഇതിനു മുൻപായിട്ട് എല്ലാവരും ഈ 2 ആരോസിലേക്കൊന്ന് ശ്രദ്ധിക്കണം. ആൻറ്റിജനിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ജീൻസ് H ആൻഡ് N നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ജീനിൽ ഗ്രാജുവലായിട്ട് മ്യൂട്ടേഷൻ കൊണ്ടുവരുന്ന ഫോമിനെയാണ് ആൻറ്റിജനിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് അതിൻ്റെ മൊഡാലിറ്റി എന്ന് പറയുമ്പോൾ ആൻറ്റിജനിക് ഷിഫ്റ്റ്. അതിനകത്തെന്ന് പറയുമ്പം പുതിയതായിട്ടുള്ള Hഉം Nഉം ജീനും അത് തന്നെ അക്വയർ ചെയ്യും. എങ്ങനെ? റിക്കോമ്പിനേഷൻ ഓഫ് ഹ്യൂമൻ വിത്ത് വൈറൽ ഓർ ഏവിയൻ വൈറസസ്. അപ്പോൾ അങ്ങനെ ഒരു ബേസിക്കലി അത് പണ്ടത്തെ ആൻറ്റിജനിക് ഫോമിൽ നിന്ന് അത് ഷിഫ്റ്റ് ആവുകയാണ് പുതിയ റിക്കോമ്പിനേഷൻ നടന്നിട്ടുള്ള ഒരു വൈറസിലേക്ക്. ഈ രണ്ട് ഫോമിനെ പറ്റിയും വളരെ
എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ആൻറ്റിജൻ ഡ്രിഫ്റ്റ് എപ്പോഴും ഗ്രാജുവലായിരിക്കും, ആൻറ്റിജൻ ഷിഫ്റ്റ് ആണെങ്കിൽ എപ്പോഴും സഡൻ ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് സൈഡിലേക്ക് നീങ്ങാം. So coming on to the clinical features of influenza, it's transmitted in respiratory secretions. The incubation period is 1 to 3 days, and A and B shows sudden fever, rigor, malaise, arthralgia, myalgia, dry cough and nasal discharge, whereas C causes upper respiratory infections. Complications of influenza includes പ്രൈമറി ഇൻഫ്ലുവൻസ വൈറൽ ന്യൂമോണിയ. അതിനകത്ത് ഓൾറെഡി പേഷ്യൻസ് ഹാർട്ട് ആൻഡ് ലങ് ഡിസീസ് ഉള്ളവർക്ക് ഈ ഇൻഫ്ലുവൻസ ബാധിച്ചാൽ അവർക്ക് പ്രൈമറി ഇൻഫ്ലുവൻസ വൈറൽ ന്യൂമോണിയ ഡിസീസാവും. ഓക്കെ, സെക്കൻഡ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റെയ്സ് സിൻഡ്രോം. അതിനകത്ത് ഈ ഇൻഫ്ലുവൻസയുടെ കോംപ്ലിക്കേഷനായിട്ട് ലിവറും ബ്രെയിൻ ഡാമേജും സംഭവിക്കും. കുട്ടികളിലായിരിക്കും കൂടുതലും. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ആസ്പിരിൻ ഒരിക്കലും പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ സാലിസിലൈറ്റ്സ് ആണ് ആസ്പിരിൻ. NSAIDൻ്റെ കാറ്റഗറിയിൽ സാലിസൈലേറ്റ്സിലാണ് ആസ്പിരിൻ വരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി മൈറ്റോകോൺട്രിയ ഡാമേജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾറെഡി വൈറസ് ഇൻഫെക്റ്റഡ് ഒരു പേഷ്യൻറ്റിൽ എൻറ്റയർ ഹോസ്റ്റിൻ്റെ മെഷീനറി റിപ്ലേസ് ആയി വൈറസിൻ്റെ എൻവയോൺമെൻറ്റിൽ സാലിസിലേറ്റ്സ് ഒത്തിരി കൂടി മൈറ്റോകോൺട്രിയൽ ഡാമേജസ് കോസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആസ്പിരിൻ അവോയ്ഡ് ചെയ്യും അങ്ങനത്തെ കേസിൽ. ഓക്കെ, മൂന്നാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മയോകാർഡിയൈറ്റിസ്, എസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ആൻഡ് പെരികാർഡിയൈറ്റിസ് ആണ്. പക്ഷേ ഇത് മൂന്നും വളരെ റെയറാണ്. അപ്പം പിന്നീട് നമുക്കിനി ഡയഗ്നോസിസിലേക്ക് പോകാം. അതിനകത്ത് എന്താണ്, സാമ്പിൾസ് എപ്പോഴും നോസും ത്രോട്ടിൽ നിന്നും എടുക്കും. അപ്പം ആൻറ്റിബോഡി ടൈറ്റേഴ്സ് റൈസ് ആകുമ്പോൾ നമുക്ക് കോറിലേറ്റ് ചെയ്യാം പ്രസൻസ് ഓഫ് ഇൻഫ്ലുവൻസ. അപ്പോൾ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ എമാറ്റിഡീനും റിമാറ്റിഡീനുമാണ് കൊടുക്കുന്നത് എക്ക്, ഇൻഫ്ലുവൻസ എയിൽ. അതർവൈസ് ഇൻഫ്ലുവൻസ ബിയും സിക്കും സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇനാക്ടിവേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിൻസ് എടുക്കും അഗെയിൻസ്റ്റ് A and B. അടുത്ത വൈറസ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാരാമിക്സോ വൈറസസ് എന്നാണ്. അതിനകത്ത് പ്രൈമറിലി നമ്മൾ മീസിൽസ് ആണ്. മീസിൽസിൻ്റെ വേറൊരു പേരാണ് റൂബിയോള. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, മെയിൻലി ഇത് കുട്ടിക്കാലത്താണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 10 ദിവസമാണ്. ഓക്കെ, അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചറിൽ ഇതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുക. ഒന്ന് കെറ്റാറൽ സ്റ്റേജും ഒന്ന് എക്സാൻതിമസ് സ്റ്റേജും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കാനുള്ളത് ആദ്യത്തെ 1 2 ദിവസങ്ങളിൽ കെറ്റാറൽ സ്റ്റേജിൽ നമ്മൾ നോക്കുമ്പോൾ ഫീവറും റണ്ണിങ് നോസ്, റെഡ് വാട്ടറി ഐസ് കാണും. ഓക്കെ, രണ്ടാമത്തെ ദിവസം നമുക്ക് പേഷ്യൻറ്റിൽ കാണാൻ സാധിക്കുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കഫ്, ഫോട്ടോഫോബിയ, ലൈറ്റ് കൊണ്ടുള്ള ഒരു ഫോബിയ. ഓക്കെ, മൂന്നാമത് കോപ്ലിക് സ്പോട്ട്. ഇത് ഒരുപാട് പാത്തോഗ്നോമിക് ആണ്. ഓക്കെ, വെരി പെക്യൂലിയർ സ്പോട്ടാണ്. നമ്മൾ മീസിൽസ് ഉള്ള പേഷ്യൻസിൽ കാണപ്പെടുന്നതാണ്. ഇത് മോസ്റ്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അതുകൊണ്ട് ഇതിൽ നമ്മളെപ്പോഴും ഒരു എക്സ്ട്രാ ഒരു അറ്റൻഷൻ പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സ്പോട്ട് എന്താണ്? ഇത് സ്മോൾ വൈറ്റ് സ്പോട്ടാണ് വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ എ നാരോ സോൺ ഓഫ് ഇൻഫ്ലമേഷൻ. ഓക്കെ, ഓറൽ ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന ഒരു ഫീച്ചറാണ് മീസിൽസ് പേഷ്യൻസിൻ്റെ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സാൻതിമസ് സ്റ്റേജ്. അതിനകത്ത് 3rd 4th ഡേയിൽ മാക്യുലോ പാപ്പുലർ റാഷ് കാണപ്പെടും. ഓക്കെ, അപ്പോൾ ഈ മാക്യുലോ പാപ്പുലർ റാഷ് ബോഡിയിൽ കാണപ്പെടുമ്പം ഇതിനെപ്പറ്റി ഒരു പെക്യൂലിയർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 3rd 4th ഡേയിൽ എപ്പോഴാണ് മാക്യുലോ പാപ്പുലർ റാഷ് മീസിൽസിൽ കാണപ്പെടുന്നത്? അപ്പം വി ഷുഡ് റിമെമ്പർ അത് 3rd 4th ഡേയിലാണ് കാണപ്പെടുന്നത്. പിന്നീട് 6-7 ഡേയ്സിൽ ഫീവർ സെറ്റിലാവും. റാഷ് അവസാനം സ്റ്റെയിനായിട്ട് പിന്നീട് ഡീസ്ക്വമേഷനായിട്ട് അത് ഫേഡ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് മീസിൽസിൻ്റെ കോംപ്ലിക്കേഷൻ. അപ്പം നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു ടേബിൾ നമുക്ക് കാണാം. അതിനകത്ത് കോംപ്ലിക്കേഷൻ ഓഫ് മീസിൽസ് എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇഫക്ട്സ് ഓഫ് മീസിൽസ് വൈറസ് എന്താണ്? സ്റ്റൊമറ്റൈറ്റിസ്, എൻട്രൈറ്റിസ്, ന്യൂമോണിയ, കെരറ്റൈറ്റിസ്, സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സംഭവിക്കാം. ഒട്ടൈറ്റിസ് മീഡിയ ആണ് പ്രിഡോമിനൻ്റ്ലി, ബ്രോങ്കോന്യൂമോണിയ, കൺജക്റ്റിവൈറ്റിസ്. പിന്നെ ന്യൂറോളജിക്കൽ എന്ന് പറയുമ്പോൾ പോസ്റ്റ് വൈറൽ എൻസെഫലൈറ്റിസ്, സബ് അക്യൂട്ട് സ്ക്ലിറോസിങ് പാൻ എൻസെഫലൈറ്റിസ്. പിന്നീട് ന്യൂട്രീഷണൽ ചേഞ്ചസും വരാം, സിവിയർ വെയ്റ്റ് ലോസ്, ക്വാഷിയോർക്കർ, കോർണിയർ അൾസറേഷൻ. അപ്പോൾ ഇതിനകത്ത് പർട്ടിക്കുലർലി കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ ഒട്ടൈറ്റിസ് മീഡിയ പ്രൈമറിലി കോംപ്ലിക്കേഷനും
എപ്പോഴും മീസിൽസ് കൊണ്ട് അഥവാ ഡെത്ത് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ന്യൂമോണിയ. ഈ 2 കാര്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അപ്പം ഇതിന് ഒരു പ്രത്യേക അറ്റൻഷൻ എല്ലാവരും കൊടുക്കണം. പിന്നീട് നമ്മൾ മാനേജ്മെൻറ്റ് ആൻഡ് പ്രിവെൻഷനിലേക്ക് പോകുമ്പോൾ പേഷ്യൻറ്റിനെ എപ്പോഴും ചിൽഡ്രൻസിലാണല്ലോ കൂടുതലും കാണുന്നത്. അപ്പം അവരെ ഐസൊലേറ്റ് ചെയ്യണം, സ്കൂളിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്ത് അതിനെ കമ്പാറ്റ് ചെയ്യാം. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. ലൈവ് മീസിൽസ് വൈറസ് ഗിവൻ ഇൻ അസോസിയേഷൻ വിത്ത് MMR. MMR എന്ന് പറഞ്ഞാൽ മീസിൽസ്, മംസ്, റുബെല്ല. ഓക്കെ, അപ്പം ഇതിനകത്ത് ചിൽഡ്രനിൽ എപ്പോഴും 2 ഡോസസാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇത് എപ്പോഴും ഓർമ്മയിൽ വെക്കുക. ഫസ്റ്റ് ഡോസ് എന്ന് പറയുമ്പം കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കൊടുക്കും. സെക്കൻഡ് ഡോസ് എന്ന് പറയുമ്പോൾ സ്കൂൾ എൻട്രിയിൽ മുമ്പായിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇതല്ലാതെ ആക്റ്റീവ്ലി ഇമ്മ്യൂണൈസേഷൻ ഇങ്ങനെ സംഭവിക്കും. പാസീവ്ലി എന്ന് പറയുമ്പം ട്രാൻസ്ഫറൻസ് ഓഫ് ആൻറ്റിബോഡീസ് ഫ്രം മദർ ടു ചൈൽഡ് കൺഫേഴ്സ് പാസീവ് ഇമ്മ്യൂണിറ്റി ടു ന്യൂ ബോൺ ആൻഡ് ഇൻഫൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഇമ്മ്യൂണോഗ്ലോബിൻ നമ്മളെപ്പോഴും IM ആയിരിക്കും കൊടുക്കുന്നത് ടു ചിൽഡ്രൻ ഹു ആർ അണ്ടർ 18 months ഓഫ് ഏജ്. അപ്പോൾ നമുക്കിനി പാരാമിക്സോ വൈറസസിൽ ഫസ്റ്റ് ഡിസീസ് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത മീസിൽസ് ആണ്, അത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി സെക്കൻഡ് ഡിസീസ് അതാണ് മംസിലേക്കാണ് നീങ്ങുന്നത്. അപ്പം ഇത് ഫോം ഓഫ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. ഇത് മെയിൻലി സീൻ ഇൻ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആൻഡ് യങ് അഡൾട്ട്സ്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 18 days ആണ്. എപ്പോഴും ചിലപ്പോഴൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് മംസിൻ്റെ ഇൻക്യുബേഷൻ പീരിയഡ് എന്തുവാണെന്നൊക്കെ. നെക്സ്റ്റ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മലൈസ്, ഫീവർ, ട്രിസ്മസ്, ഇനബിലിറ്റി ടു ഓപ്പൺ മൗത്ത്, പെയിൻ നിയർ ആംഗിൾ ഓഫ് ജോ ആൻഡ് ടെൻഡർ സ്വെല്ലിംഗ് ഓഫ് 1 or both parotid gland. പാരോട്ടിഡ് ഗ്ലാൻഡ് അല്ലാതെ സബ്മാൻഡിബുലർ ഗ്ലാൻഡും ഇൻവോൾവ് ആകാം. ഓക്കെ, acute lymphocytic meningitis is another mode of presentation and also a common form of extrasalivary gland involvement. Okay, നാലാമത് ഓർക്കൈറ്റിസ് ഇൻ ഫ്യൂ മെയിൽസ്. ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓർ ഇൻഫ്ലമേഷൻ ഓഫ് 1 or 2 testicles. ഓക്കെ, ഇൻ മെയിൽസ്. ഫീമെയിൽസിൽ നോക്കുമ്പം ഊഫറൈറ്റിസ്, ഓവറിയുടെ ഇൻഫ്ലമേഷനും പാൻക്രിയറ്റൈറ്റിസും കാണപ്പെടുന്നതാണ്. ഈ 2 ആസ്പെക്റ്റും നമ്മളെപ്പോഴും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ് മംസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട്. അതുകൊണ്ട് ഇതെപ്പോഴും മൈൻഡിൽ വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ പോകുന്നത്? ക്ലിനിക്കൽ ഗ്രൗണ്ട്സും ഏജും എല്ലാം കണ്ടിട്ട് തന്നെ നമുക്ക് ഒരു ഇൻഫറൻസിലേക്ക് വരാം. അതല്ലാതെ ഡെമോൺസ്ട്രേഷൻ ഓഫ് സ്പെസിഫിക് ആൻറ്റിബോഡീസ് ഫ്രം സലൈവ ഓർ ഫ്രം CSF ഇൻ കേസ് ഓഫ് മുൻപ് പറഞ്ഞിട്ടുള്ള പ്രസൻറ്റേഷൻ മെനിഞ്ചൈറ്റിസിൻ്റെ കേസിൽ നമുക്ക് ഡയഗ്നോസിസ് ഇൻഫർ ചെയ്യാം. അപ്പോൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് മംസും സലൈവറി കാൽക്കുലസും സാർക്കോയിഡോസിസ് എന്ന് പറഞ്ഞൊരു ഗ്രാനുലോമാറ്റസ് ഡിസീസും കൂടിയാണ്. അപ്പം എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ മംസിൽ 1 or both പാരോട്ടിഡ് ഗ്ലാൻഡ് ഇൻവോൾവ് ചെയ്തേക്കാം. ഓക്കെ, പക്ഷേ സലൈവറി കാൽക്കുലസ് എന്ന് പറയുമ്പം എപ്പോഴും യൂണിലാറ്ററൽ ആയിരിക്കും. ഓക്കെ, സാർക്കോയിഡോസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ക്രോണിക് ഗ്രാനുലോമാറ്റസ് ലീഷൻ. അപ്പം മംസ് ആകുമ്പം ഇറ്റ് റിസോൾവ്സ് ഇൻ സം വീക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതല്ലാതെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നീട് സ്റ്റിറോയിഡ്സ് നമ്മൾ കൊടുക്കും ഓർക്കൈറ്റിസിൻ്റെ കേസിൽ. പ്രിവെൻഷൻ നമ്മൾ കണ്ടല്ലോ, വാക്സിനേഷൻ, MMRൻ്റെ അതിൻ്റെ ടൈമും എല്ലാം ഞാൻ മീസിൽസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്നുകൂടെ ഗോ ബാക്ക് ചെയ്തൊന്ന് റീഡ് ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പാരാമിക്സോ വൈറസസിൽ നോക്കുമ്പം റെസ്പിറേറ്ററി സിൻഷിയൽ വൈറസസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് വൈറസസ് ആണ്. ഇത് ബേസിക്കലി കോസ് ഓഫ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഇൻ ഇൻഫൻസ് ആൻഡ് ഇൻ യങ് അഡൾട്ട്സ് ആണ്. അപ്പം 1 to 2 yearsനകം ഇറ്റ്സ് ഓബ്വിയസ് തിങ്ക് ഈ വൈറസസ്, ഗ്രൂപ്പ് ഓഫ് വൈറസസ് ഇൻഫെക്റ്റ് ചെയ്യും ഇൻഡിവിജ്വൽസിനെ. ഓക്കെ, അപ്പോൾ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പം അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് സംഭവിക്കും, വിച്ച് ഇൻക്ലൂഡ്സ് നേസൽ കൺജഷൻ ആൻഡ് ഫെറഞ്ചൈറ്റിസ്. മെല്ലെ മെല്ലെ ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഒരു ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനിലേക്ക് നീങ്ങും. ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ബ്രോങ്ക്യോലൈറ്റിസ് ആൻഡ് ന്യൂമോണിയ എന്നൊക്കെ നമുക്ക് കാണാം. കഫ് എപ്പോഴും ഒരു പ്രോമിനൻറ്റ് ഫീച്ചർ ആയിരിക്കും. ബ്രോങ്ക്യോലൈറ്റിസ് സംഭവിക്കുമ്പോൾ വീസിങ്ങും ഹൈപ്പർ ഇൻഫ്ലേഷൻ ഓഫ് ലങ്സും കാണപ്പെടുന്നതാണ്. ഓക്കെ, അപ്പം മാനേജ്മെൻറ്റ് എങ്ങനെ? എപ്പോഴും സപ്പോർട്ടീവ് റെസ്പിറേറ്ററി കെയറും അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിബാവൈറിൻ എന്നുള്ളൊരു ഡ്രഗും ത്രൂ ആണ് നമ്മളിതിൻ്റെ മാനേജ്മെൻറ്റ് നോക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ
പോകുന്ന നെക്സ്റ്റ് കാറ്റഗറി ഓഫ് വൈറസ് എന്ന് പറയുമ്പോൾ പിക്കോർണ വൈറസസ് എന്നാണ്. ഇറ്റ് കംപ്രൈസസ് ഓഫ് റൈനോ വൈറസ് ആൻഡ് എൻറ്ററോ വൈറസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് റൈനോ വൈറസ്. റൈനോ വൈറസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ 30-40% ഓഫ് കോമൺ കോൾഡ്സ്. It causes sinusitis and exacerbation of chronic bronchitis and asthma. ഇതിനായിട്ടൊരു ഡ്രഗ്സോ വാക്സിനോ ഒന്നുമില്ല. സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ എൻട്രോ വൈറസസ് ആണ്. ഈ എൻട്രോ വൈറസിനെ നമ്മൾ 3 ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇക്കോ വൈറസ്, സെക്കൻഡ് കോക്സാക്കി A and B, തേർഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ പോളിയോ വൈറസസ്. അപ്പോൾ ഇക്കോ വൈറസസ് കൂടുതലും മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, കൺജക്റ്റിവൈറ്റിസ് ആണ് കോസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് എ കോക്സാക്കി വൈറസ് എന്ന് പറയുമ്പം അത് ഹെർപാൻജീന എന്ന് പറഞ്ഞൊരു ഡിസീസ് കോസ് ചെയ്യും. വെസിക്കുലർ റാഷ് ഇൻ ദ ഫോസസ് ആൻഡ് സോഫ്റ്റ് പാലറ്റ്, ഓറൽ ക്യാവിറ്റിയിൽ കുട്ടികളിൽ മാത്രം കാണുന്ന ഒരു രോഗമാണ് ഹെർപാൻജീന എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലാതെ അത് ഹാൻഡ്, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസും ചെയ്യും. അതിനകത്ത് വെസൈക്കിൾസ് ആർ സീൻ ഓൺ ദ ഹാൻഡ്, ഫുട്ട് ആൻഡ് മൗത്ത്. അപ്പം വേറൊരു കാര്യം കോക്സാക്കി വൈറസിനെ പറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിൽഡ്രൻ ബിലോ 2 ഇയേഴ്സിന് ആനിമൽ-ഫ്രീ കനാലിൽ കാണപ്പെടുന്ന ഒരു വൈറസും കൂടിയാണ്. ഓക്കെ, അപ്പം ഈ ചിലപ്പോഴൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്, വിച്ച് വൈറസ് ഈസ് സീൻ ആസ് എ ഇൻഹാബിറ്റൻറ്റ് ഓഫ് ആനിമൽ-ഫ്രീ കനാൽ ഓഫ് ചിൽഡ്രൻ ബിലോ 2 ഇയേഴ്സ്. അങ്ങനെ പറയുമ്പം ഇറ്റ് ഈസ് എ കോക്സാക്കി വൈറസ്. ഓക്കെ, നെക്സ്റ്റ് ബോൺഹോൾം ഡിസീസ് കോസ്ഡ് ബൈ ഗ്രൂപ്പ് ബി കോക്സാക്കി വൈറസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അബ്രപ്റ്റ് spasmodic paroxysmal pain in the muscles of thorax and upper abdomen. ഓക്കെ, അപ്പോൾ കോക്സാക്കി ബി ആൻഡ് ഇക്കോ വൈറസസ് തന്നെ 90% കേസ് ഓഫ് വൈറൽ മെനിഞ്ചൈറ്റിസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം കൂടുതലും വൈറൽ മെനിഞ്ചൈറ്റിസിൻ്റെ കോസറ്റീവ് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കോക്സാക്കി ബിയും ഇക്കോ വൈറസും ആണ്. ഇതിൻ്റെ മൂന്നാമത്തെ കാറ്റഗറിയാണ് പോളിയോ വൈറസ്. പോളിയോ വൈറസ് നമ്മൾ പിന്നീടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഗ്രൂപ്പ് ഓഫ് വൈറസസ് എന്ന് പറയുമ്പോൾ റിയോ വൈറസസ് ആണ്. റിയോ വൈറസ് ഡബിൾ സ്ട്രാൻഡഡ് RNA കാണപ്പെടുന്നതാണ് ഇവരിൽ. അപ്പം നമുക്ക് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു കോൾട്ടി വൈറസ്, ഓർബി വൈറസ്, ഓർത്തോ റിയോ വൈറസസ് ആൻഡ് റോട്ട വൈറസസ്. അതിനകത്ത് മെയിൻലി കൂടുതൽ നമുക്ക് എംഫസിസ് കൊടുക്കേണ്ടത് റോട്ട വൈറസിനാണ്. അപ്പോൾ ഗ്രൂപ്പ് എ റോട്ട വൈറസ് എപ്പോഴും മേജർ ഡയറിയൽ ഇൽനെസ് യങ് ചിൽഡ്രൻ ഇൻ ബോത്ത് ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസിൽ കോസ് ചെയ്യുന്നൊരു വൈറസാണ്. ഓക്കെ, അതർ കോസസ് ഓഫ് ഡയറിയൽ ഇൽനെസ് മേ ബി അഡിനോ വൈറസ്, കാൽസി വൈറസ്, ആസ്ട്രോ വൈറസ് ഓർ നോർവോക്ക് വൈറസ്. അപ്പം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അഡിക്വേറ്റ് ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് റിപ്ലേസ്മെൻറ്റ് യൂസിങ് ഗ്ലൂക്കോസ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എന്നാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് വൈറസസ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെട്രോ വൈറസസ് ആണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ആൻഡ് അതിനോടനുബന്ധിച്ച് തന്നെ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഓരോ ആസ്പെക്റ്റിലും അറ്റൻഷൻസ് കൊടുക്കണം. ബിക്കോസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും എയ്ഡ്സിൽ നിന്നും HIV നിന്നും എക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. The human immunodeficiency virus is a retrovirus that infects helper T cell, which disables the body's adaptive immune system. Okay, it causes a variety of symptoms and infections which are collectively termed as the acquired immunodeficiency syndrome. ഇതെപ്പോഴും പ്രിവലൻസി ഇതിൻ്റെ 15 to 50 years ഓഫ് ഏജ് ഗ്രൂപ്പ്സ് ആയിരിക്കും. അടുത്തതായിട്ട് ഇതിൻ്റെ ട്രാൻസ്മിഷൻ്റെ മോഡ് എങ്ങനെയാണ്. അപ്പം ഈ ഒരു പിക്ടോറിയൽ റിപ്രസെൻറ്റേഷൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണണം. അതിനകത്ത് ഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷനും ഏറ്റവും കൂടുതലുമാണ് സെക്ഷുവൽ കോണ്ടാക്റ്റ്. ഓക്കെ, സെക്കൻഡായിട്ടാണ് പ്രഗ്നൻസി, ദെൻ ഡ്യൂറിങ് ലേബർ ടൈം, ഓക്കെ, ഡ്യൂറിങ് ഡെലിവറി ടൈം ആൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് സെക്കൻഡ് കാറ്റഗറി. തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈ ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സിൻ്റെ യൂസ് ഓഫ് നീഡിൽസ്, ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സ് ആണ് തേർഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. നാലാമതാണ് ഒക്യുപ്പേഷണൽ എക്സ്പോഷർ ഉള്ള നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് ഹു ആർ ഡീലിംഗ് വിത്ത് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്, അങ്ങനെയുള്ളവർക്ക് സ്പ്രെഡ് ആവുന്ന ഫോമാണ് നാലാമത്. അഞ്ചാമതെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയുടെ ത്രൂ ആണ് HIV ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പം നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മളൊരു ബ്രീഫ്ലി ഇതിൻ്റെ വിറോളജി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഒരു ഇമേജ് നമുക്ക് എല്ലാവർക്കും കാണാം റൈറ്റിൽ. അത് HIV
ഹ്യൂമൻ ഡെഫിഷ്യൻസി വൈറസിൻ്റെ ഒരു സ്കീമാറ്റിക് റിപ്രസെൻറ്റേഷനാണ്. അതിനകത്ത് നമുക്ക് ഈ മേളിലിരിക്കുന്ന പ്രൊട്രൂബറൻസസ് കാണാം. അത് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ്, വിച്ച് ആർ GP41 ആൻഡ് GP120. അപ്പം ഏറ്റവും മുകളിലുള്ളത് 120 ആണ്, GP120. അതിനെ ഹോൾഡ് ചെയ്യുന്ന മീൻസ് ഒരു നെയിലിൻ്റെ ഫോർമാറ്റിൽ കാണാം, ആ സർക്കുലർ ഫോമാണ് GP120. അതിൻ്റെ താഴെയുള്ള ഒരു സ്റ്റിക്ക് ഹോൾഡിങ്, അതിനകത്ത് നമ്മുടെ നെയിലിൻ്റെ ആ ഒരു ഹോൾഡിങ് പാർട്ടാണ് GP41. അത് കഴിഞ്ഞ ഉടനെ നമുക്കൊരു ലിപ്പിഡ് മെംബ്രെയിൻ കാണാം. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. പേ അറ്റൻഷൻ. ലിപ്പിഡ് മെംബ്രെയിൻ കാണാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു മാട്രിക്സ് കാണാം. ആ മാട്രിക്സിൻ്റെ അകത്തോട്ട് നമ്മൾ നീങ്ങുമ്പോഴത്തേക്ക് ഒരു ട്രയാങ്കുലർ ഫോമിലൊരു കാസ്പിഡ് കാണാം, ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിൽ. അതാണ് ക്യാപ്സിഡ്. ഓക്കെ, അതിൻ്റെ അകത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ജനറ്റിക് മെറ്റീരിയൽ, ദാറ്റ് ഈസ് ദി RNA പ്രസൻ്റ് ആണ്. അതോടനുബന്ധിച്ച് ചെറിയ പിങ്ക് റൗണ്ട് ബോൾസ് പോലെ കാണുന്നുണ്ട്. അതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം. അപ്പോൾ ബേസിക്കലി നമ്മുടെ കോർ പ്രോട്ടീൻസ് ആണ്, ഒന്ന് RNA ഒന്ന് എൻസൈമും. അപ്പം ഇനി ആ ഇമേജ് നമുക്ക് നമ്മുടെ മൈൻഡിൽ HIV ഒരു ഇമേജ് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ താഴെ കാണുന്ന ഇമേജിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഈ വൈറസ്, നമ്മുടെ ഹോസ്റ്റ് സെൽ മെംബ്രെയിൻ ബേസിക്കലി CD4 സെൽസിനെയാണ്, CD4 ഹെൽപ്പർ T സെൽസിനെയാണ് HIV എപ്പോഴും എയിം ചെയ്യുന്നത്. ഓക്കെ, ഹെൽപ്പർ T സെല്ലിനെയാണ് എയിം ചെയ്യുന്നത്. അതിനകത്ത് CD4 എന്ന് പറയുന്ന ഒരു റിസെപ്റ്ററാണ് മാക്രോഫേജസിനും ഹെൽപ്പർ T സെൽസിനും ഉള്ള ഒരു റിസെപ്റ്ററാണ് CD4. അപ്പോൾ ഈ HIV എപ്പോഴും മാക്രോഫേജസിനെ അല്ലെങ്കിൽ ഹെൽപ്പർ T സെൽസ് ഹാവിങ് CD4 ആൻഡ് CCR റിസെപ്റ്റർ ഉള്ളവരെയാണ് ചെന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ താഴെ കാണുന്ന ഇമേജിൽ വി ക്യാൻ ക്ലിയർലി മേക്ക് ഔട്ട് ഫസ്റ്റ് വൈറസിൻ്റെ ഇമേജിൽ നമുക്ക് കാണാം GP120 ചെന്ന് ഒരു പർപ്പിൾ സ്ക്വയറിൽ ചെന്ന് അറ്റാച്ച് ചെയ്യുന്ന അത് CD4 ആണ്. ഹെൽപ്പർ T സെല്ലിൽ കാണപ്പെടുന്നതായിട്ടൊരു പ്രോട്ടീനാണ് CD4. പിന്നീട് അതല്ലാതെ ബൈൻഡിങ് ഓഫ് കോർ റിസെപ്റ്റർ, ഇപ്പോൾ നമ്മൾ GP120 CD4നോട് അറ്റാച്ച് ചെയ്തു. പിന്നീട് അത് കോർ റിസെപ്റ്റർ, കീമോകൈൻ കോർ റിസെപ്റ്റർ, അതിൻ്റെ CCRൻ്റെ ഫുൾ ഫോമാണ് കീമോകൈൻ കോർ റിസെപ്റ്റർ. പിന്നീട് ആ GP120 എന്ന് കോർ റിസെപ്റ്ററിനെ അറ്റാച്ച് ചെയ്തിട്ട് ഇത് ഫ്യൂഷൻ നടന്ന് ഈ ഫുൾ ഡൊമെയിനെ സെൽ മെംബ്രെയിൻ റിസെപ്റ്റർ ഇൻഡ്യൂസ്ഡ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഈ റിസെപ്റ്ററിൽ അറ്റാച്ച് ആയിട്ട് ഫ്യൂഷൻ നടന്നിട്ട് ആ വൈറസിനെ നമ്മൾ ആ ഹോസ്റ്റ് സെല്ലിലേക്ക് അത് എൻഡോസൈറ്റോസിസ് സംഭവിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു എവിടെ വൈറസ് ബൈൻഡ് ചെയ്യുന്നതും ഏത് സെല്ലിനെയാണ് ഏത് റിസെപ്റ്ററിനെയാണ് എല്ലാം ഒരുവിധം മനസ്സിലായി കാണുമല്ലോ. നമ്മൾ വൈറൽ റെപ്ലിക്കേഷൻ മുമ്പ് ഉള്ള 6 സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അറ്റാച്ച്മെൻറ്റ് ആൻഡ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ബേസിക്കലി ഈ സ്റ്റേജിനെയാണ് നമ്മൾ എൻഹാൻസ് ചെയ്ത് ഇപ്പം പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം HIV എപ്പോഴും മാക്രോഫേജസും T ഹെൽപ്പർ സെല്ലിലും ഏത് റിസെപ്റ്ററിലാണ് ബൈൻഡ് ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ CD4ഉം CCR റിസെപ്റ്റേഴ്സും ആണെന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ബേസിക് വിരിയോളജി നമ്മൾ വൈറസിനെ കണ്ടു. നമ്മൾ എങ്ങനെയാണ് HIV നമ്മുടെ വൈറസ് എങ്ങനെയാണ് നമ്മുടെ സെൽ മെംബ്രെയിനിലേക്ക് അഡ്സോർബ് ആവുന്നത്, അറ്റാച്ച് ആവുന്നത്, എൻഡോസൈറ്റോസിസ് നടക്കുന്നവരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡീറ്റെയിൽഡ് പ്രോസസ്സസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു വൈറസിന് എന്തൊക്കെ എൻകൗണ്ടർ ചെയ്തിട്ടാണ് അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതുള്ളതാണ് ഈ സ്ലൈഡിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇമേജും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റിട്ടൺ മെറ്റീരിയലുമായിട്ട് കോറിലേറ്റ് ചെയ്ത് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നിങ്ങൾ വൺസ് അഗെയിൻ യു ഗോ ബാക്ക് ടു ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്നുകൂടെ വായിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബേസിക് പെത്തോളജി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഈ പിക്ചറിൽ 1 എന്ന് കാണിച്ചേക്കുന്ന കറസ്പോണ്ട് ചെയ്യുന്ന റിട്ടൺ മെറ്റീരിയലിനെ നോക്കുമ്പം HIV ബൈൻഡ്സ് ടു ദി സെൽ സർഫേസ് വയ റിസെപ്റ്റർ CD4 or co-receptors which are present on the T cell. Okay, HIV CD4 കീമോകൈൻ റിസെപ്റ്റർ ഉള്ളിടത്ത് വന്ന് അറ്റാച്ച് ചെയ്യുന്നു, അതാണ് 1. 2 എന്ന് പറയുമ്പോൾ വൈറൽ അൺകോട്ടിങ് ഇൻ ദ സൈറ്റോപ്ലാസം. നമ്മൾ മുന്നേ വൈറൽ റെപ്ലിക്കേഷനിലെ 6 സ്റ്റേജിനകത്ത് നമ്മൾ അൺകോട്ടിങ് കണ്ടു.
വൈറസിൻ്റെ കോട്ട് പ്രോട്ടീൻസ് ഡീജനറേറ്റ് ആവും ഡ്യൂ ടു ദ അസിഡിഫിക്കേഷൻ. അങ്ങനെ ഡീജനറേറ്റ് ആവുമ്പം അതിൻ്റെ ഹൈഡ്രോഫോബിക് ഏരിയാസ് എക്സ്പോസ് ആവും. ഓക്കെ, അപ്പോൾ അത് ഉടനെ വേറൊരിടത്ത് നിന്ന് അറ്റാച്ച് ചെയ്യാൻ റെഡി ആവുകയാണ്. അപ്പം ആ അൺകോട്ടിങ് നടക്കുന്നത് സൈറ്റോപ്ലാസമിലാണ്. ഓക്കെ, അങ്ങനെ അൺകോട്ടിങ് നടന്ന് അതിൻ്റെ ജീനോമിക് RNA, വൈറസിൻ്റെ ജീനോമിക് RNA എക്സ്പോസ്ഡ് ആയിരിക്കുവാണ്. അപ്പോൾ ഈ സ്റ്റേജിലാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഓൾറെഡി കോറിലുള്ളതാണ്. അതെന്ത് ചെയ്യും, ഈ RNA വൈറൽ ജീനോമിനെ DNA-യിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എപ്പോഴും RNA-യിൽ നിന്നും DNA-യിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ 3. 4 കറസ്പോണ്ട് ചെയ്യുമ്പോൾ DNA കോപ്പി എന്ത് ചെയ്യും, DNA കോപ്പി, വൈറൽ DNA കോപ്പി എന്ത് ചെയ്യും, നമ്മുടെ സെല്ലുലർ DNA കോപ്പിയിൽ നിന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ത്രൂ ആണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം സെൽ ആക്ടിവേഷൻ, വൈറൽ DNA is translated to RNA copies in cytoplasm. ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം HIV ജിനോമിക് RNA പ്രൊഡ്യൂസ് ആവും. അതിനകത്ത് നമ്മുടെ സെല്ലുലർ RNA-യുടെ കൂടെ വൈറൽ RNA-യും കൂടി റെപ്ലിക്കേറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് 6th എന്ന് പറയുന്ന കറസ്പോണ്ട് ചെയ്യുന്ന ഈ വൈറൽ പെപ്റ്റൈഡ് ചെയിൻസ് ആണ് ട്രാൻസ്ലേറ്റഡ് ഫ്രം സൈറ്റോപ്ലാസ്മിക് വൈറൽ RNA. ഈ വൈറൽ RNA-ന്ന് വൈറൽ പെപ്റ്റൈഡ് ചെയിൻസ് ട്രാൻസ്ലേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, 7th എന്ന് പറയുമ്പോൾ പ്രോട്ടീനേസസ്. ഈ പ്രോട്ടീനേസസ് എന്ത് ചെയ്യും, ഈ വൈറൽ പ്രോട്ടീൻസിനെ പോളിപെപ്റ്റൈഡ് ഈസ് എ ലോങ് ചെയിൻ ഓഫ് ദി പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ചെറിയ വൈറൽ പ്രോട്ടീൻസിനെ മാത്രം പ്രോട്ടീനേസസ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്ലീവ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യും. അവസാനം 8th നോക്കുമ്പോൾ വിരിയോൺ അസംബ്ലി. അപ്പം എല്ലാം കൂടി വൈറൽ കോമ്പണൻറ്റിനെ അസംബ്ലി ചെയ്തിട്ട് ഫൈനലി viral release from the cell surface through cell lysis. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, either വൈറസ് ഡയറക്റ്റ്ലി സെല്ലിനെ നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കോമ്പണൻസിനെ വെളിയിൽ വിടും, അല്ലെങ്കിൽ വിരിയോൺസ് വെളിയിൽ പോകും. അല്ലെങ്കിൽ എന്താണ്, വൈറസ് ആ സെല്ലിൻ്റെ അകത്തിരുന്ന് സെൽ മെച്യൂർ ആവുമ്പം അതിൻ്റെ കൂടെ തന്നെ മെച്യൂറായിട്ട് സെൽ ഡെത്ത് ആവുന്നിടം വരെയും അത് ബോഡി ആ സെല്ലിൻ്റെ അകത്ത് കിടന്നിട്ട് പിന്നീടായിരിക്കും സെൽ ലൈസിസ് ആവുമ്പം അത് എക്സ്ക്ലൂഡ് ആവുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ വിരിയോളജിയെ പറ്റി പഠിച്ചു. വൈറസ് എങ്ങനെയാണ് സെല്ലിലേക്ക് വരുന്നത്, എന്തൊക്കെയാണ് കോസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് നമ്മളെല്ലാം അറിഞ്ഞു. ഇനി നമ്മൾ വരാൻ പോകുന്നത് ഇമ്മ്യൂണോളജിക്കൽ അബ്നോർമാലിറ്റീസ് ഇൻ എയ്ഡ്സിലേക്കാണ്. അപ്പോൾ ബേസിക്കലി HIV എഫക്റ്റ് കൂടുതലും ചെയ്യുന്നത് നമ്മുടെ T ഹെൽപ്പർ സെൽ CD4 ലിംഫോസൈറ്റ്സിനെയാണ്. അപ്പോൾ CD4 കൗണ്ട് പെരിഫറൽ ബ്ലഡിൽ വളരെയധികം ഡിക്രീസ് ആവും. ഓക്കെ, ഫസ്റ്റ് അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് റെസ്പോൺസ് ടു എനി ഫോം ഓഫ് ആൻറ്റിജൻ. അപ്പോൾ അബ്നോർമൽ ഫങ്ഷൻ കാരണം നമ്മുടെ ബേസിക് റെസ്പോൺസ് ടു ആൻറ്റിജൻ വളരെ കുറയും. റെസ്പോൺസ് ടു ഇൻ്റർലൂക്കിൻ 2, ഇതൊക്കെ സൈറ്റോകൈൻസ് ആണ്, നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കുന്ന സൈറ്റോകൈൻസ് ആണ്. ഇൻ്റർലൂക്കിൻ 2 ഒക്കെ. അപ്പം അതെല്ലാം അബ്നോർമലി ഫങ്ഷൻ ചെയ്യും. ഓക്കെ, പിന്നീട് റെഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റർലൂക്കിൻ 2 ആൻഡ് ഇൻ്റർഫെറോൺ ഗാമ. എപ്പോഴും നമ്മുടെ വൈറസിനെ കമ്പാറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഇൻ്റർലൂക്കിനാണ് നമ്മുടെ ഇൻ്റർഫെറോൺ ഗാമ. അതിൻ്റെ പ്രൊഡക്ഷനും വളരെ റെഡ്യൂസ് ആവും. സെക്കൻഡ് സെറ്റ് ഓഫ് സെൽസ് എയ്ഡ്സിൽ എഫക്റ്റ് ആവുന്നതാണ് B ലിംഫോസൈറ്റ്സ്. ഇതിൻ്റെ ഫങ്ഷൻ വളരെ അബ്നോർമൽ ആവും. അതിനകത്ത് സ്പെസിഫിക് ആൻറ്റിജൻ മൈറ്റോജനോട് അതിൻ്റെ റെസ്പോൺസ് കുറയും. പിന്നീട് പോളിക്ലോണൽ ആക്ടിവേഷൻ ലീഡിങ് ടു ഇൻക്രീസ് ഇൻ ഇമ്മ്യൂണോഗ്ലോബിൻസ്. ഓക്കെ, പല രീതിയിൽ ആക്ടിവേഷൻ ആകുമ്പോൾ പോളിക്ലോണൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻസ് ആർ റിലീസ്ഡ്. ഓക്കെ, അത് കാരണം ശരീരത്തിൽ ടു മച്ച് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻസ് കാണപ്പെടും. മൂന്നാമത്തെ സെറ്റ് ഓഫ് സെൽസ് വിച്ച് ആർ എഫക്റ്റഡ് ആർ മോണോസൈറ്റ്സ്, മാക്രോഫേജസ് ആൻഡ് ഡെൻഡ്രൈറ്റിക് സെൽസ്. അപ്പം ഇതിനകത്ത് എന്താണ്, ഡിഫക്റ്റീവ് ആൻറ്റിജൻ പ്രസൻറ്റേഷൻ, ഡിഫക്റ്റീവ് സൈറ്റോകൈൻ സെക്രീഷൻ ആൻഡ് ഡിഫക്റ്റീവ് ഫാഗോസൈറ്റോസിസ് ഓർ കില്ലിംഗ്. അപ്പം ഇതാണ് ഇമ്മ്യൂണോളജിക്കൽ കോൺസിക്വൻസസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് ഇൻ എയ്ഡ്സ്. ബേസിക് ഇതാണ് എയ്ഡ്സ് കോസ് ചെയ്യുന്നത്. അപ്പം റൈറ്റിലേക്കുള്ള ടേബിളിൽ നമ്മൾ നോക്കിയാൽ ദർ ഇസ് എ ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് CD4 സെൽസ് ഇൻ പെരിഫറൽ ബ്ലഡ്. എപ്പോഴും CD4 സെൽ കൗണ്ട് മെഷർ ചെയ്യും നമ്മുടെ ഡിസീസ് പ്രോഗ്രഷനെ. ഓക്കെ,
അപ്പം HIV അഫക്റ്റ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ്ലി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ സെൽസാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ആ സെൽസിനെയാണ് ഏറ്റവും കൂടുതൽ HIV അഫക്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ HIV എപ്പോഴും ഇൻഡയറക്റ്റ്ലി CNSനെയും അഫക്റ്റ് ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ മൈഗ്രേഷൻ ഓഫ് HIV ഇൻഫെക്റ്റഡ് മോണോസൈറ്റ്സ് ഓർ മാക്രോഫേജസ് ഇൻ ടു ദ ബ്രെയിൻ, അങ്ങോട്ട് പോയിട്ട് അത് മൈക്രോഗ്ലിയൽ സെൽസായി മാറും. അപ്പോൾ അങ്ങനെ വൈറസസ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ ബ്രെയിൻ ആൻഡ് ദസ് ദ CNS ഈസ് ഓൾസോ എഫക്റ്റഡ് ഇൻഡയറക്റ്റ്ലി. അത് അല്ലാതെ ആൻറ്റിബോഡീസ് അല്ലാതെ CD8+ സൈറ്റോടോക്സിക് T cells are also generated. Antigenic stimulation also is created with the help of CD8 cytotoxic T cell. Consequences of immune failure, ഈ എല്ലാം അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എഫക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കോൺസിക്വൻസസ് നോക്കിയാൽ ഓപ്പർച്യൂണിസ്റ്റ് ഇൻഫെക്ഷൻസും സെക്കൻഡറി നിയോപ്ലാസംസും നമ്മുടെ ബോഡിയിൽ കാണും ആസ് എ കോൺസിക്വൻസ് ഓഫ് ഇമ്മ്യൂൺ ഫെയിലിയർ. അപ്പം നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഡിറ്റക്ഷൻ ഓഫ് HIV-യിലാണ്. ബേസിക്കലി NAT, ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ്. ഇതിൽ നിന്നും HIV വൈറൽ ലോഡ് ടെസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് വളരെ എക്സ്പെൻസീവും റൂട്ടീൻലി യൂസ് ചെയ്യാത്ത ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ബേസിക്കലി 10 to 33 ഡേയ്സിനകം നമുക്ക് ഈ ടെസ്റ്റ് ത്രൂ ഇൻഫെക്ഷൻ ഡിറ്റക്റ്റ് ചെയ്യാം. സെക്കൻഡ് എന്ന് പറയുമ്പം ആൻറ്റിജൻ ഓർ ആൻറ്റിബോഡി ടെസ്റ്റ്. അതിനകത്ത് P24 ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാം. എപ്പോഴും HIV ഇൻഫെക്റ്റഡ് പേഷ്യൻസിൽ ആൻറ്റിബോഡീസ് വരുന്നതിൻ്റെ മുമ്പായിട്ട് ഈ ആൻറ്റിജൻ കാണപ്പെടും. അപ്പോൾ ഈ ആൻറ്റിജനെ ഡിറ്റക്റ്റ് ചെയ്യാം വിതിൻ 18 to 45 days. മൂന്നാമത്തെ ടെക്നീക്കാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻറ്റിബോഡി ടെസ്റ്റ്. ഇത് വളരെ റാപ്പിഡും വൈഡ്ലി യൂസ്ഡും ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് ടു HIV ഇൻ ബ്ലഡ്. ഇതിൻ്റെ ബേസിക്കലി ഇൻഫെക്ഷൻ ഡിറ്റക്ഷൻ നമ്മൾ 23 to 90 ഡേയ്സിനുള്ളിൽ വരെ നമുക്ക് കാണാം. ഓക്കെ, അപ്പം മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടെസ്റ്റ് ഫോർ ഡയഗ്നോസിങ് HIV എന്ന് പറയുമ്പോൾ എലൈസയാണ്. ഓക്കെ, ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് എലൈസ എന്ന് പറയുമ്പോൾ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് മോസ്റ്റ് സെൻസിറ്റീവ് ആണ്, പക്ഷേ ലെസ് സ്പെസിഫിക് ടെസ്റ്റാണ്. ഓക്കെ, വൈഡ്ലി യൂസ്ഡ് ആണ്. ബട്ട് വൺസ് എലൈസയിൽ നിന്നും നമ്മൾ ഒരു ടെസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കൺഫേം ചെയ്യുന്നത് നമ്മൾ വെസ്റ്റേൺ ബ്ലോട്ടിൽ നിന്നാണ്, വിച്ച് ഈസ് മോർ സ്പെസിഫിക്. അടുത്തതായിട്ട് നമ്മൾ തെറാപ്പറ്റിക് അപ്രോച്ചസ് ടു HIV ഇൻഫെക്ഷൻസിലേക്കാണ് വരുന്നത്. അപ്പം ദർ ആർ സർട്ടൻ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ട് HIV ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്യാൻ. അപ്പം നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ കണ്ടിരുന്നു മെജോറിറ്റി ഓഫ് ട്രാൻസ്മിഷൻ HIV-യുടെ സെക്ഷുവലി ആണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രിവെൻറ്റീവ് മെഷേഴ്സിൽ നോക്കുമ്പോൾ നമ്മൾ പബ്ലിക് അവെയർനെസ് ക്യാമ്പയിൻസ് ഫോർ HIV ചെയ്യണം, സേഫ് സെക്സ് പ്രാക്ടീസ് ചെയ്യണം, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, പാരൻട്രലി പറയുമ്പോൾ ഏതെങ്കിലും പേഷ്യൻറ്റിന് ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് പ്രൊഡക്ട്സിന് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ പ്രയർ ടു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് HIV സ്ക്രീനിങ് നടത്തേണ്ടത് കർശനമായിട്ടും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അതല്ലാതെ ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സിന് നീഡിൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ചെയ്യണം. ഓക്കെ, പെരിനേറ്റലി എന്ന് പറയുമ്പം റൂട്ടീൻ HIV ടെസ്റ്റിംഗ് എല്ലാ ആൻറ്റിനേറ്റൽ ക്ലിനിക്സിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അഥവാ ഓൾറെഡി പേഷ്യൻറ്റ് HIV സീറോ-പോസിറ്റീവ് ആണ്, അപ്പോൾ അങ്ങനത്തെ കേസിൽ ടെർമിനേറ്റ് ചെയ്യണം പ്രഗ്നൻസി. ഇൻ കേസസ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി അഡ്മിനിസ്റ്റർ ചെയ്യണം. അതല്ലാതെ ബ്രസ്റ്റ് ഫീഡിങ് അവോയ്ഡ് ചെയ്യണം ഈ കേസിൽ. അപ്പോൾ ഇതൊക്കെ ഈ മെഷേഴ്സൊക്കെ നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി കമ്മിങ് ടു ദ മെഡിക്കേഷൻസ്, നമ്മൾ എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുക്കാം HIV ഇൻഫെക്റ്റഡ് പേഷ്യൻസിലുള്ളതാണ്. അപ്പോൾ അതിൽ 2 കാറ്റഗറിയാണ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്ററും പ്രോട്ടിയേസ് ഇൻഹിബിറ്ററും. അപ്പം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റർ നമ്മൾ മുന്നേ ഉള്ള സ്ലൈഡ്സ് നമ്മൾ കണ്ടിരുന്നു. വൈറസ് എങ്ങനെയാണ് ഒരു സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതും എങ്ങനെയാണത് സെല്ലുലർ DNA-യിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ആയിട്ടത് റെപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പം ആ വൈറൽ RNA DNA കൺവേർട്ട് ചെയ്യുന്നതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഓക്കെ, അപ്പോൾ ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഈ ഇൻഫെക്ഷൻ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് പോകത്തില്ല, പക്ഷേ റെപ്ലിക്കേഷൻ ഓഫ് HIV ജിനോമിലേക്ക് ഈ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് എഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ്. ഇതിനകത്ത് എന്താണ്, നമ്മൾ സെല്ലുലർ DNA ആയിട്ട്
സൈറ്റോപ്ലാസമിലേക്ക് വന്ന് ഫോളോയിങ് ട്രാൻസ്ലേഷൻ നടക്കുന്നതും ഈ പ്രോട്ടീനേസസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഈ പോളിപെപ്റ്റൈഡിൽ നിന്നും വൈറൽ പ്രോട്ടീനെ ക്ലീവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ് വരുമ്പം ആ ഒരു ക്ലീവേജ് പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പം വൈറൽ പാർട്ടിക്കിൾസിന് ക്ലബ് ആവാൻ അല്ലെങ്കിൽ അസംബ്ലി ആവാൻ പറ്റുന്നില്ല, ഇൻഫെക്ഷൻ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നതാണ് പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ്. നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ കണ്ടിരുന്നു മെഡിക്കേഷനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സും പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സും. അപ്പം നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മളിപ്പം പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ്സ് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ്ലി ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് പ്രിഡോമിനൻ്റ്ലി നമ്മൾ സിഡോവിഡിൻ, സ്റ്റെവിഡിൻ, ലാമിവിഡിൻ, അബാക്കാവിർ എന്നൊക്കെ ഉണ്ട്, എക്സെട്ര. സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സിൽ ഇഫാവൈറൻസ്, നെവിറപ്പീൻ, ഡെലവിരിഡീൻ. ഓക്കെ. പിന്നീട് നമ്മുടെ ന്യൂക്ലിയോടൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ്, അതിനകത്ത് ടിനോഫോവിർ ഡ്രഗ് വരും. നാലാമതായിട്ട് പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ്, സാക്വിനാവിർ, ഇൻഡിനാവിർ, നെൽഫിനാവിർ, ആംപ്രിനാവിർ, എക്സെട്ര. പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ്. ഫിഫ്ത്ത് കാറ്റഗറിയാണ് എൻട്രി അല്ലെങ്കിൽ ഫ്യൂഷൻ ഇൻഹിബിറ്റേഴ്സ്. ബേസിക്കലി ഇത് വൈറസ് നമ്മുടെ ഹോസ്റ്റ് സെല്ലിൽ അറ്റാച്ച് ആകാനുള്ളൊരു ഇൻഹിബിഷൻ കോസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് എൻഫുവിർട്ടിഡി. ഓക്കെ. അപ്പം മോണോതെറാപ്പി, സിംഗിൾ ഡ്രഗ് തെറാപ്പി ഇപ്പം യൂസ്ഡ് അല്ല, കോമ്പിനേഷൻ ഡ്രഗ് തെറാപ്പീസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഹൈലി ആക്റ്റീവ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയും. ഓക്കെ. ഇതിനകത്ത് 2 ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്ററും 1 പ്രോട്ടിയേസ് ഇൻഹിബിറ്ററും യൂസ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് എല്ലാ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഡ്രഗ്സും നമ്മൾ ഈ മേളിൽ കണ്ടിട്ടുള്ളത് ടോക്സിക് ആണ്. സിഡോവിഡിനാണ് പ്രിഡോമിനൻ്റ്ലി യൂസ് ആവുന്നത് ആ കാറ്റഗറിയിലെ ഡ്രഗ്സിൽ. അപ്പോൾ സിഡോവിഡിൻ സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ നോസിയ, വൊമിറ്റിംഗ്, അനീമിയ, ത്രോംബോസൈറ്റോപീനിയ ആൻഡ് ല്യൂക്കോപീനിയ. പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സിനകത്ത് ഇൻഡിനാവിറിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഹൈപ്പർ ബിലിറൂബിനീമിയയും റീനൽ സ്റ്റോൺസും. നെക്സ്റ്റ് നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എയ്ഡ്സിലേക്കാണ് വരുന്നത്. അപ്പം വൈറസ് അക്വയർ അല്ലെങ്കിൽ അക്വിസിഷൻ ഓഫ് വൈറസ് ആയതിനു ശേഷം സീറോ കൺവേർഷൻ എപ്പോഴും. സീറോ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡി വന്നിട്ട് എപ്പോഴാണത് സിംറ്റംസ് പേഷ്യൻ്റ് ഷോ ചെയ്യുന്നത് അന്നേരമാണ് സീറോ കൺവേർഷൻ ആവുന്നത്. അപ്പം അത്രയും ഒരു ഗ്യാപ്പിനെ നമ്മൾ മുൻപും സ്ലൈഡ്സിൽ പറഞ്ഞല്ലോ ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ HIV എപ്പോഴും അത് 8 to 12 വീക്സ് ആണ്, അതിനെ വിൻഡോ പീരീഡ് എന്നാണ് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഈ സീറോ കൺവേർഷൻ എന്ന് പറയുമ്പം അതിനകത്ത് ഫീവർ, റാഷ്, സ്പ്ലീനോമെഗാലി, ഡയറിയ ഒക്കെ കാണും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് ഒരു ലോങ് ഗ്യാപ്പ് ഓഫ് 5 to 6 years ഓർ മോർ എസിംപ്റ്റമാറ്റിക് ഫേസ്. പിന്നീട് വരുന്നതാണ് പ്രീ എയ്ഡ്സ് സിൻഡ്രോം. അതിനകത്ത് ജനറലൈസ്ഡ് ലിംഫഡിനോപ്പാത്തി, ഫീവർ, വെയ്റ്റ് ലോസ് ഒക്കെ കാണുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ഫുള്ളി ഫ്ലെഷ്ഡ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷനും മാലിഗ്നൻ്റ് ഡിസീസും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഡെത്ത് ഓഫ് പേഷ്യൻ്റ്. ഇതേ സ്ലൈഡിൽ താഴത്തെ ഗ്രാഫിൽ അഥവാ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ബ്ലൂ സ്ക്വയർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന CD4 T ലിംഫോസൈറ്റ് കൗണ്ട് സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്ററും നമ്മുടെ ചുമന്ന ട്രയാങ്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് HIV RNA കോപ്പീസ് പെർ മില്ലിലിറ്റർ ഓഫ് പ്ലാസ്മയാണ്. അപ്പം നമ്മൾ CD4 T സെൽ ലിംഫോസൈറ്റ് കൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇനിഷ്യലി ഇൻഫെക്ഷൻ അക്വയർ ആവുന്നതും അതിനുശേഷം ഒരു ബാറ്റിൽ, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു ബാറ്റിൽ വൈറസുമായിട്ട് നടക്കുമ്പം CD4 സെൽ കൗണ്ട് 500 വരെ താഴ്ന്നിട്ട് നമുക്ക് നോക്കാം ഒരു ക്ലിനിക്കൽ ലാറ്റൻസി, അത് അക്യൂട്ട് HIV സിൻഡ്രോം സ്റ്റേജ് ആയിരിക്കും. പിന്നീട് നമ്മുടെ ബോഡി ട്രാക്കിൽ വരാൻ ശ്രമിക്കും. ഇമ്മ്യൂണിറ്റി വൈറസും നമ്മുടെ ബോഡി ഹോസ്റ്റ് സെൽസും തമ്മിലൊരു ഫൈറ്റ് നടക്കുമ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി കാരണം കുറേ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് CD4 സെൽ കുറച്ചുകൂടി കൂടും. അതാണ് CD4 സെൽസിൻ്റെ ഒരു സ്റ്റേബിൾ ആവുന്ന സമയം. അത് വൈറസിനെ തോൽപ്പിച്ചു എന്നത് വിചാരിക്കും. ബട്ട് ക്ലിനിക്കൽ ലാറ്റൻസിയിൽ പിന്നീട് കുറേ നാൾ ആ ഫൈറ്റ് ആകുമ്പോഴത്തേക്ക് പിന്നീട് നമ്മുടെ CD4 T ലിംഫോസൈറ്റ് സെൽ വൈറസിന് മുൻപിൽ ലൂസ് ചെയ്യുന്നതിന് ശേഷം ക്ലിനിക്കൽ ലാറ്റൻസി പീരീഡിൽ ടുവേർഡ്സ് ദി എൻഡ് CD4 T ലിംഫോസൈറ്റ് കൗണ്ട് വളരെ ഡ്രോപ്പ് ചെയ്ത്
ഫൈനലി ടുവേർഡ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് ഒക്കെ കാണും. നമ്മൾ ബാക്കി ലീഷൻസ് ഒക്കെ നമ്മൾ കാണാൻ തുടങ്ങും. ആ സമയത്ത് CD4 കൗണ്ട്സിൽ ബിലോ 100 കാണുന്നതായിരിക്കും. അതല്ലാതെ ഈ ചുമന്ന ട്രയാങ്കിളിൽ നമ്മൾ കാണുന്നത് HIV RNA കോപ്പീസ് പെർ മില്ലിലിറ്റർ പ്ലാസ്മയാണ്. ഇനിഷ്യലി ഇത് ഒരുപാട് ഹൈക്ക് ചെയ്യും അക്യൂട്ട് HIV സിൻഡ്രോമിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ബാറ്റിൽ ഇമ്മ്യൂൺ റെസ്പോൺസും വൈറസും തമ്മിലൊരു ബാറ്റിൽ നടത്തുമ്പം HIV RNA കോപ്പീസ് വളരെ ലോ ആവും, താഴോട്ട് ഫോൾ ചെയ്യും. ഫോൾ ചെയ്തതിന് ശേഷം ക്ലിനിക്കൽ ലാറ്റൻസി പീരീഡിൽ ഈ ഒരു ഫൈറ്റ് ഇക്വിലിബ്രിയമിലാക്കാൻ ശ്രമിക്കും. ബട്ട് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ക്ലിനിക്കൽ ലാറ്റൻസി നമുക്ക് കാണാം HIV വൈറൽ ലോഡ് ഒരുപാട് കൂടിയിട്ട് ഫൈനലി കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസും ഒക്കെ വന്ന് പേഷ്യൻ്റെ ഡെത്ത് സംഭവിക്കും. നെക്സ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് HIV അസോസിയേറ്റഡ് കണ്ടീഷൻസിലേക്ക് പോവുകയാണ്. അപ്പം ബേസിക്കലി ഈ ക്ലാസിഫിക്കേഷൻ 4 കാറ്റഗറിയിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് 1 എന്ന് പറയുമ്പോൾ ഫീവർ, ആർത്രാൾജിയ, മയാൾജിയ ഒക്കെ കാണും. ഇൻഫെക്ഷൻ എപ്പോഴും 2 to 3 വീക്സ് ആഫ്റ്റർ എക്സ്പോഷറാണ് കാണപ്പെടുന്നത്. സീറോ കൺവേർഷൻ എപ്പോഴും 3 to 12 വീക്സിനകമായിരിക്കും സംഭവിക്കുന്നത്. സീറോ കൺവേർഷൻ ഓൾറെഡി ഞാൻ മുൻകൂട്ടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണുള്ളത് ലാസ്റ്റ് സ്ലൈഡിലൊക്കെ. അപ്പം ഈ സീറോ കൺവേർഷനിൽ എടുക്കുന്ന സമയം 3 to 12 വീക്സും 8 വീക്സ് ഒരു മീഡിയനാണ് അതിൻ്റെ. ഓക്കെ, സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ക്ലാസ് 2, അതിനകത്ത് ഏസിംപ്റ്റമാറ്റിക് ഇൻഫെക്ഷൻസ് ആയിരിക്കും. തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻറ്റ് ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പാത്തി. അതിനകത്ത് എൻലാർജ്ഡ് ഗ്ലാൻസ് അറ്റ് ഗ്രേറ്റർ ദാൻ 2 എക്സ്ട്രാ ഇൻഗ്വൈനൽ സൈറ്റ്സിൽ കാണും. അതാണ് പെർസിസ്റ്റൻറ്റ് ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പാത്തി. ക്ലാസ് 4 എന്ന് പറയുമ്പം AIDS സിൻഡ്രോം, ഫുള്ളി ഫ്ലെഷ്ഡ് with opportunistic infections, tumors, Mycobacterium avium intercellular, pneumocystic carinii pneumonia, toxoplasmosis, oral hairy leukoplakia, herpes simplex, candidiasis and infections bacterial, viral or fungus. അടുത്തതായിട്ട് നമ്മൾ ജനറൽ സിംറ്റംസ് എയ്ഡ്സിൻ്റെ വിച്ച് ഇൻക്ലൂഡ്സ് ഫെറ്റീഗ്, ഫീവർ, മലേസ്, വെയ്റ്റ് ലോസ് ആൻഡ് ഡയറിയ. ജനറൽ സൈൻസ് എന്ന് പറയുമ്പോൾ ലിംഫാഡിനോപ്പാത്തി, വേസ്റ്റിംഗ്, ഓറൽ കാൻഡിഡ, ഓറൽ ഹെയറി ല്യൂക്കോപ്ലേക്കിയ, പെരി ഏനൽ ഹെർപ്പീസും സ്പ്ലീനോമെഗാലിയും ഒക്കെ കാണുന്നതാണ്. ഓക്കെ, ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ് ഞാൻ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. അത് ഡേവിഡ്സണിൽ നിന്ന് എടുത്തതാണ്. അതിനകത്ത് എന്തൊക്കെ ലീഷൻസ് കാണാം എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഒന്ന് ഗോ ത്രൂ ചെയ്യാം. അത് ഇൻഡിവിജ്വലി ഓരോ ലീഷൻ്റെ ജസ്റ്റ് ബ്രീഫായിട്ടും ഞാൻ വരുന്ന സ്ലൈഡ്സിൽ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ലീഷൻസ് വെച്ച് ആർ സീൻ ഇൻ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമിലുള്ളത് ഇൻഡിവിജ്വലി ബ്രീഫ്ലി നമുക്ക് ഗോ ത്രൂ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ്ലി എന്ന് പറയുമ്പോൾ സൈറ്റോമെഗാലോ വൈറസ്, അതൊരു ഹെർപ്പീസ് വൈറസ് ആണ്. കൂടുതലും 90% ഹോമോസെക്ഷൽ മെയിൽസിൽ കാണപ്പെടുന്നതാണ്. ആൻഡ് എസ്പെഷ്യലി CD4 കൗണ്ട് 50ക്ക് ബിലോ ആകുമ്പോഴാണ് ഈ വൈറസ് ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വൈറസ് കാണപ്പെടുന്നത്. CD4 കൗണ്ട് ബിലോ 50 ആകുമ്പോഴാണ്. ഐസ്, ലിവർ, ഗട്ട്, മൗത്ത്, സെൻട്രൽ നെർവസ് സിസ്റ്റം, ഈസോഫാഗസും ലങ്സുമാണ് എഫക്റ്റഡ് ആവുന്നത്. പോരാത്തതിന് മെയിൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ സൈറ്റോമെഗാലോ വൈറസ് കൊറിയോയിഡോ റെറ്റിനൈറ്റിസ് ആണ് ഫീച്ചർ കാണപ്പെടുന്നത്. ട്രീറ്റ്മെൻറ്റ് എപ്പോഴും നമ്മൾ ഗ്യാൻസിക്ലോവർ വഴിയാണ് ചെയ്യുന്നത്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ വേറെ ഹെർപ്പീസ് വൈറസസ് ഉണ്ട്, ഹെർപ്പീസ് സോസ്റ്റർ ആൻഡ് ഹെർപ്പീസ് സിംപ്ലെക്സ് വൈറസസ് ആൻഡ് HHV8. അതല്ലാതെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇൻ HIV എന്ന് പറയുമ്പോൾ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഓപ്പർച്യൂണിസ്റ്റ് ഇൻഫെക്ഷൻ ഇൻ ടേംസ് ഓഫ് AIDS. ഇതിനകത്ത് atypical features or extra pulmonary disease are very common. Multi-drug resistant tuberculosis is an increasing problem. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നോൺ ട്യൂബർക്കുലസ് മൈക്കോബാക്ടീരിയംസ് എന്ന് പറയുമ്പോൾ മൈക്കോബാക്ടീരിയം ഏവിയം ഇന്റർസെല്ലുലർ എന്ന് പറയുന്ന മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡിസീസ് ഇൻ എയ്ഡ്സ്. നെക്സ്റ്റ് നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻസിലേക്ക് പോകാം. കാൻഡിഡിയാസിസ് ഇസ് ഓഫൻ സീൻ ഇൻ അസോസിയേഷൻ വിത്ത് എയ്ഡ്സ്. ഇറ്റ് സ്പ്രെഡ്സ് ത്രൂ മൗത്ത് to pharynx to esophagus, which leads to dysphagia. Nystatin and amphotericin B can be given topically. അതല്ലാതെ ക്രിപ്റ്റോകോക്കൽ നിയോഫോർമിൻസ് എന്ന് പറയുന്ന ഒരു ഫംഗസ്, ഇറ്റ് ബേസിക്കലി എഫക്ട്സ് CNS and causes meningitis in late stage AIDS patient. അതല്ലാതെ endemic fungal infections like Histoplasma capsulatum and Coccidioidomyces immitis are very common fungal infections seen in AIDS patient. അടുത്തതായിട്ട് പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ടോക്സോപ്ലാസ്മ ഗോണ്ടായി ഇസ് വെരി കോമൺ ഇൻ എയ്ഡ്സ് പേഷ്യൻറ്റ്. അതിൻ്റെ കോമൺ സൈറ്റ് എന്ന് പറയുമ്പം എപ്പോഴും ബ്രെയിൻ ആണ്.
എന്നിട്ട് സിംറ്റംസ് എന്ന് പറയുമ്പോൾ കൺവൾഷൻസ്, കൺഫ്യൂഷൻ, കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റും ആൻഡ് അൾട്ടിമേറ്റ്ലി കോമ. അപ്പോൾ ക്രേനിയൽ സി ടി അങ്ങനത്തെ ഒരു കേസിലെടുക്കും നമ്മളെപ്പോഴും റിംഗ് എൻഹാൻസിങ് ലീഷൻ വിൽ ബി സീൻ വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ സെറിബ്രൽ എഡീമ. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നിമറ്റോഡ് ഇൻഫെക്ഷൻ, സ്ട്രോങ്കോയിലോയിഡ്സ്, സ്റ്റെർക്കോറാലിസ് ഇൻഫെക്ഷൻ ഈസ് കോമൺലി സീൻ ഇൻ എയ്ഡ്സ് പേഷ്യൻ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഈ ലീഷൻസിനപ്പുറം there are few neoplasms which are associated with AIDS. അതിൽ ഒന്നാണ് Kaposi sarcoma. It is the most common secondary neoplasm to be seen in AIDS. ഇതിൻ്റെ സെൽ ഓഫ് ഒറിജിൻ എന്ന് പറയുമ്പം വെനുലാർ കാപ്പിലറി എൻഡോത്തീലിയം ആണ്. പ്രിഡോമിനൻറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ ആണ്, വിച്ച് ഈസ് ഫോളോഡ് ബൈ ലിംഫ് നോഡ്സ്. ഓഫൻ ഇറ്റ്സ് ലിങ്ക്ഡ് വിത്ത് HHV8 ആൻഡ് കൂടുതലായിട്ടും ഇത് ഹോമോസെക്ഷൽ മെയിൽസിലാണ് കാണപ്പെടുന്നത്. Predominant sites of affection or predominant site to be affected എന്ന് പറഞ്ഞാൽ മൗത്ത്, പാലറ്റ്, ടിപ്പ് ഓഫ് നോസ്, പീനിസ്, ലോവർ ലെഗ്സ് എന്നാണ്. എപ്പോഴും ലീഷൻസ് റെഡ് ആയിരിക്കും, വെൽ സർക്കംസ്ക്രൈബ്ഡും. ഇറ്റ് ക്യാൻ ബി റേസ്ഡ് ഓർ ഐദർ ഫ്ലാറ്റ്. ഓക്കെ, അപ്പോൾ പ്രിഡോമിനൻ്റ്ലി നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ ഹെപ്പാറ്റോസ്പ്ലീനോമെഗാലിയും പൾമിനറി ഇൻവോൾവ്മെൻറ്റ് ക്യാൻ ബി സീൻ. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡോക്സോറൂബിസിൻ അല്ലെങ്കിൽ ഹൈലി ആക്റ്റീവ് antiretroviral therapy. Second neoplasm to be caused or to be associated with AIDS എന്ന് പറഞ്ഞാൽ നോൺ ഹോച്ച്കിൻസ് ലിംഫോമയാണ്. അപ്പം ഇത് ബേസിക്കലി അറൈസ് ചെയ്യുന്ന ബി ലിംഫോസൈറ്റിൽ നിന്നാണ് 80%, ബാക്കി അറൈസ് ചെയ്യുന്നത് ടി ലിംഫോസൈറ്റ്സിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ മോസ്റ്റ്ലി എല്ലാം ഹൈ ഗ്രേഡ് ലിംഫോമാസ് ആയിരിക്കും ആൻഡ് ഇസ് ബേസിക്കലി അറൈസ് എക്സ്ട്രാ നോഡലി ഇൻ ആൻ എയ്ഡ്സ് പേഷ്യൻ്റ്. അത് സൈറ്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റമും ബോൺ മാരോ, GIT, ലിവറും ആയിരിക്കും. അപ്പം ബേസിക്കലി ലിംഫ് നോഡ് അല്ലാതെ എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും എപ്പോഴും നോൺ ഹോച്ച്കിൻസ് ലിംഫോമയുടെ നമ്മൾ എയ്ഡ്സ് പേഷ്യൻറ്റിൽ കാണുന്നത്. അതും സൈറ്റ് എന്ന് പറയുമ്പോൾ പ്രിഡോമിനൻ്റ്ലി സെൻട്രൽ നെർവസ് സിസ്റ്റം, ബോൺ മാരോ, GIT ആൻഡ് ലിവർ ആയിരിക്കും. എപ്പോഴും ഇത് അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത്. ഇതിൻ്റെ പ്രോഗ്നോസിസ് വളരെ പൂവറാ, പേഷ്യൻ്റ് ഡെത്ത് വിതിൻ 1 year സംഭവിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ കടക്കുന്നത് ഓർഗൻ സ്പെസിഫിക് HIV ഡിസീസിലേക്കാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സ്കിൻ. എന്തൊക്കെ കോമൺ സ്കിൻ ഡിസീസസ് ആണ് HIV പേഷ്യൻസിൽ കാണപ്പെടുന്നത്, അതിൻ്റെ ഒരു ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഗോ ത്രൂ ചെയ്ത് കുറച്ച് നെയിംസ് എല്ലാവർക്കും ബൈ ഹാർട്ട് ചെയ്യാം. അതിലൊന്നാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്, folliculitis impetigo or cellulitis, secondary syphilis, herpes simplex or herpes zoster, molluscum contagiosum, fungal infections, Kaposi sarcoma and drug eruptions. Second organ specific HIV disease നമ്മൾ കാണുന്ന ഓറൽ ക്യാവിറ്റിയിലാണ് ഇൻ ദ ഫോം ഓഫ് കാൻഡിഡിയാസിസ്, ഓറൽ ഹെയറി ല്യൂക്കോപ്ലേക്കിയ ആൻഡ് എഫ്തസ് അൾസേഴ്സ്. തേർഡ് ഓർഗൻ സ്പെസിഫിക് HIV ഡിസീസ് നമ്മൾ കാണുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലാണ്. ബേസിക്കലി സ്മോൾ ബോവൽ ഡിസീസസ് HIV കാണുന്നതെന്ന് പറഞ്ഞാൽ കുറേ ഡിസീസസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഈ ടേബിളിൽ ഞാൻ എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് സ്പീഷീസിൻ്റെ അല്ലെങ്കിൽ കുറച്ച് ഡിസീസസിൻ്റെ പേര് ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ഈ GIT ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ അർത്ഥം വെയ്റ്റ് ലോസ് സംഭവിക്കും, സ്റ്റാർവേഷൻ, മാലബ്സോർപ്ഷൻ ആൻഡ് ഡയറിയ സംഭവിക്കുന്നതായിരിക്കും. അപ്പം ഈ അടുത്ത് കൊടുത്തുള്ള ടേബിളിൽ നിന്ന് സ്മോൾ ബോവൽ ഡിസീസസ് ജസ്റ്റ് ഒരു ബൈ ഹാർട്ട് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഹെപ്പാറ്റോബിലിയറി ഡിസീസസ്. അതിനകത്ത് കോസസ് ആർ ഹെപ്പറ്റൈറ്റിസ് A, B, C, ഹെപ്പറ്റോടോക്സിക് ഡ്രഗ്സ്, സൈറ്റോമെഗാലോ വൈറസ് ആൻഡ് മൈക്കോബാക്ടീരിയം ഏവിയം ഇൻ്റർസെല്ലുലർ. നെക്സ്റ്റ് ഓർഗൻ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി ഡിസീസസിൽ എന്തൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ന്യൂമോസിസ്റ്റിക് കാരിനിങ് pneumonia, which is the most common fungal infection. And 80% of AIDS പേഷ്യൻറ്റിൽ ഈ ഒരു രോഗം എപ്പോഴും കാണുന്നതായിരിക്കും. ഓക്കെ, ഇത് ബേസിക്കലി ഇറ്റ്സ് കൺഫൈൻഡ് ടു ലങ് വെയർ ബൈ ദ എയർ സ്പേസസ് ആർ ഫിൽഡ് വിത്ത് ഫോമി എക്സുഡേറ്റ്സ് വിച്ച് കണ്ടെയ്ൻ സിസ്റ്റ് ആൻഡ് ട്രോഫോസോയിഡ്സ് ഓഫ് ഓർഗാനിസംസ്. ഓക്കെ, ഇത് യൂഷ്വലി ന്യൂമോസിസ്റ്റിക് കാരിനി ന്യൂമോണിയ എപ്പോഴും എയ്ഡ്സ് പേഷ്യൻറ്റിൽ കാണപ്പെടുന്നത് at the time when CD4 count is actually below 200 per millimeter cube. ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ഹൈ ഡോസ് ഓഫ് കോട്രൈമോക്സസോൾ ആണ്. നെക്സ്റ്റ് ഓർഗൻ സ്പെസിഫിക് HIV ഡിസീസ് എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ഡിസീസാണ്. ഇതിനകത്ത് ഡിഫ്യൂസ് എൻസെഫലോപാത്തി കോൾഡ് എയ്ഡ്സ് ഡിമെൻഷ്യ കോംപ്ലക്സ് കാണുന്നതായിരിക്കും. നെക്സ്റ്റ് ഏസെപ്റ്റിക് മെനിഞ്ചൈറ്റിസും വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ
motor, behavioral and cognitive dysfunction. സൈക്കാട്രിക് ഡിസീസസ് ആണ് നെക്സ്റ്റ് ഓർഗൻ സ്പെസിഫിക്. അപ്പോൾ എപ്പോഴും പേഷ്യൻറ്റിന് ഒരു പോസിറ്റീവ് ടെസ്റ്റാണ് പേഷ്യൻറ്റിന് മനസ്സിലാകുന്നതെങ്കിൽ എപ്പോഴും ആ പേഷ്യൻ്റെ അകത്തൊരു ആങ്കറും ഗിൽറ്റ്, ആങ്സൈറ്റി, സോഷ്യൽ സ്റ്റിഗ്മയും ഒരു പാനിക് അറ്റാക്കും ഒരു ഡിപ്രഷൻ സ്റ്റേജിലുമായിരിക്കും. അപ്പം അത് കോൺട്രിബ്യൂട്ട് ചെയ്യും പേഷ്യൻ്റ് ഓവറോൾ ഇമോഷണൽ ബാലൻസിന്. നെക്സ്റ്റ് ഓർഗൻ സ്പെസിഫിക് HIV ഡിസീസ് ഹെമറ്റോളജിക്കൽ ഡിസീസസ് ആണ് നമ്മുടെ കാറ്റഗറിയിൽ. ഇതിനകത്ത് ഇഡിയോപാത്തിക് thrombocytopenic purpura is associated with antiplatelet antibodies and is associated with HIV. Progressive lymphopenia can be seen. Anemias due to marrow infiltration by Mycobacterium avium intercellularum lymphomas. അതല്ലാതെ ഇൻ സച്ച് കേസസ് നമ്മൾ ചില ഡ്രഗ്സും ഹെമറ്റോളജിക്കൽ ഡിസീസ് കോസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ കോട്രൈമോക്സസോൾ, ആൻറ്റിറിട്രോവൈറൽ തെറാപ്പി ആൻഡ് ഗാൻസിക്ലോവിർ. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഓർഗൻ സ്പെസിഫിക് റീനൽ, കാർഡിയാക് ആൻഡ് എൻഡോക്രൈൻ ഡിസീസസ്. അതിനകത്ത് HIV ഇൻഡ്യൂസ്ഡ് നെഫ്രോപ്പാത്തി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്. Nephrotoxic drugs like amphotericin B, which is basically used for the treatment of AIDS, can cause kidney toxicity. Myocarditis can be seen and adrenal insufficiency can be caused by cytomegalovirus. നെക്സ്റ്റ് നമ്മൾ പീഡിയാട്രിക് HIV പോകുന്നത്. അപ്പോൾ പീഡിയാട്രിക് HIV എപ്പോഴും 3 റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ ത്രൂ ആയിരിക്കും. ഒന്നെങ്കിൽ ഇൻവിട്രോ, അല്ലെങ്കിൽ ഡ്യൂറിങ് ലേബർ ആൻഡ് ഡെലിവറി, ആൻഡ് തേർഡ് വിൽ ബി ത്രൂ ബ്രസ്റ്റ് ഫീഡിങ്. അപ്പം റിസ്ക് ഓഫ് മെറ്റേണോ ഫീറ്റൽ ട്രാൻസ്മിഷൻ എപ്പോഴും 14 to 42% ആയിരിക്കും. റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഈസ് മോർ ഇഫ് മദർ ഈസ് ഇൻ അഡ്വാൻസ് സ്റ്റേജ്, ദാറ്റ് ഈസ് ഇൻക്രീസ് വൈറൽ ലോഡ്. ഓക്കെ, നെക്സ്റ്റ് യൂണിവേഴ്സൽ സ്ക്രീനിങ് ഓഫ് HIV should be encouraged in antenatal clinics. Early detection of HIV in neonates എപ്പോഴും കോംപ്ലിക്കേറ്റ് ആവും, ബിക്കോസ് മെറ്റേണൽ ആൻറ്റിബോഡീസ് എപ്പോഴും പ്ലാസൻറ്റ ക്രോസ് ചെയ്തിട്ട് ഈ ടെസ്റ്റുമായിട്ട് ഇൻ്റർഫെയർ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും വൈറൽ കൾച്ചറാണ് ഇങ്ങനത്തെ കേസിൽ നമുക്ക് ബെനിഫിഷ്യൽ ആവുന്നത്. ഇങ്ങനത്തെ പീഡിയാട്രിക് HIV കൂടുതലും പ്രിഡോമിനൻ്റ് കാണുന്ന ഡിസീസാണ് ന്യൂമോസിസ്റ്റിക് ന്യൂമോണിയ. അതല്ലാതെ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ ലൈക്ക് കാൻഡിഡ, സൈറ്റോമെഗാലോവൈറസ്, ക്രിപ്റ്റോസ്പോറിയോഡിസിസ്, മൈക്കോബാക്ടീരിയം ഏവിയം ഇന്റർസെല്ലുലർ ആൻഡ് ട്യൂബർക്ലോസിസ് കാണുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ റിട്രോവൈറസ് ഗ്രൂപ്പിൽ സബ് ഗ്രൂപ്പായിട്ട് HIV പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് കാറ്റഗറി അതിനകത്താണ് HTLV1 ആൻഡ് HTLV2. HTLV എന്ന് പറയുമ്പോൾ ഹ്യൂമൻ T ലിംഫോട്രോപ്പിക് വൈറസസ് ആണ്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ഇതിനകത്ത് ടൈപ്പ് 1 ഈസ് അസോസിയേറ്റഡ് with human T-cell leukemia or lymphoma, whereas type 2 is associated with hairy cell leukemia. അപ്പോൾ നെക്സ്റ്റ് റിട്രോവൈറസ് കഴിഞ്ഞ് നെക്സ്റ്റ് കാറ്റഗറിയാണ് റാബ്ഡോവൈറസസ്. ഇത് വെസിക്കുലർ എക്സാൻതീംസ് ഇൻ വൈൽഡ് ആനിമൽസ് വിച്ച് ആർ ഒക്കേഷണലി ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻസ് ആൻഡ് പ്രൊഡ്യൂസ് ഇൻഫ്ലുവൻസ ലൈക്ക് സിംറ്റംസ്. റാബ്ഡോവൈറസിൻ്റെ എക്സാമ്പിളാണ് റേബീസ്. ആൻഡ് റേബീസ് യൂഷ്വലി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റേബീസ് ഇമ്മ്യൂൺഗ്ലോബിനാണ്. നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിൻസ് കൊടുത്തെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫീസിബിൾ ആവും. ഓക്കെ, അപ്പം പിന്നീട് നമ്മൾ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ടോഗ വൈറസിലേക്കാണ് കടക്കുന്നത്. ഇതിനകത്ത് ടോഗ വൈറസിനകത്ത് സബ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആൽഫ വൈറസ് ആൻഡ് റൂബി വൈറസ് ആണ്. ആൽഫ വൈറസ് എന്ന് പറഞ്ഞാൽ ആർബോ വൈറസസ് ആൻഡ് റൂബി വൈറസസ് മീൻസ് റുബെല്ല. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ റുബെല്ല ഒരു കോമൺ, അല്ലെങ്കിൽ റുബെല്ല ഒരു കോമൺലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി ഓഫ് എക്സാംസിൽ. അപ്പം നമുക്ക് റുബെല്ലയിലേക്ക് കടക്കാം. ഇതിനെ ജർമ്മൻ മീസിൽസ് എന്നും പറയും. ഇതെപ്പോഴും ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. വി ക്യാൻ സീ സ്പോട്ട്സ് ഓൺ ദ സോഫ്റ്റ് പാലറ്റ് വിച്ച് ആർ നോൺ ആസ് ഫോർഷീമർ സ്പോട്ട്. ഒരു അറ്റാക്ക് എപ്പോഴും പേഷ്യൻറ്റിന് സംഭവിച്ചാൽ അത് ഇമ്മ്യൂണിറ്റി കൺഫർ ചെയ്യും. ആൻഡ് യൂഷ്വലി ഓൾഡർ ചിൽഡ്രനും യങ് അഡൾട്ട്സിനെയാണ് കോസ് ചെയ്യുന്നത്. If a mother gets infection in the first 4 months of pregnancy, it will lead to congenital malformations. അപ്പം basically the causes of congenital abnormalities are heart septal defect, ear leading to deafness, brain leading to mental retardation, and blindness, eye leading to blindness. അപ്പം ഇതിനെ ഒരു ന്യൂമോണിക് ആയിട്ട് ഹെബെ ഓർത്ത് വെക്കുക. അപ്പം എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും, വാട്ട് ഓൾ ആർ ദ അബ്നോർമാലിറ്റീസ് സീൻ.
ഇൻ റുബെല്ല അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ്. അപ്പം ഹെബെ എന്നുള്ളൊരു ന്യൂമോണിക് ഓർത്ത് വെക്കുക. ഹാർട്ട് വിച്ച് ഡിനോമിനേറ്റ്സ് ടു സെപ്റ്റൽ ഡിഫെക്റ്റ്, ear which denominates to deafness, brain which denominates to mental retardation, eye which denominates to blindness, and patent ductal arteriosus and multiple fetal abnormalities സംഭവിക്കുന്ന രോഗം കൂടിയാണ് ജർമ്മൻ മീസിൽസ്. ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിൽ കുറച്ച് ശ്രദ്ധിച്ച് ഇതിനെ നോട്ട് ചെയ്യുക ഈ പോയിൻറ്റ്സ്. അപ്പം ഇത് ബേസിക്കലി പാർട്ട് 1 ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. അപ്പം നമ്മൾ ബേസിക് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻഫെക്ഷൻസ് കവർ ചെയ്തു. ഡിസീസസ് ഡ്യൂ ടു വൈറസിൽ നമ്മൾ ഡിസീസസ് എസ്പെഷ്യലി കോസ്ഡ് ബൈ RNA വൈറസസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് പാർട്ട് 2 നമുക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജസ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, എനി ക്വയറീസ് ഓർ എനി ഡൗട്ട് റിഗാർഡിങ് എനി ഓഫ് ദ സ്ലൈഡ് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം.